അക്കാദമി ഫെലോഷിപ്പ് 2004-2005 കൊളോണിയൽ ഫോട്ടോഗ്രഫിയെക്കുറിച്ചുള്ള ഗവേഷണത്തിന് ഇന്ത്യൻ ഫൗണ്ടേഷൻ ഫോർ ദ ആർട്സ് ഫെലോഷിപ്പ് 2017-19 ലഭിച്ചു. മികച്ച ചലച്ചിത്ര ലേഖനത്തിന് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2007-2009 ലഭിച്ചിട്ടുണ്ട്. ഏകോപനം ശിവപ്രസാദ് പി. ഗവൺമെൻറ് വിക്ടോറിയ കോളേജിൽ നിന്നും ബിരുദവും പട്ടാമ്പി സംസ്കൃത കോളേജിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടി. മലയാളത്തിൽ എംഫിലും മാധ്യമ മലയാളം തെരഞ്ഞെടുത്ത പ്രയോഗ സന്ദർഭങ്ങളെ മുൻനിർത്തിയുള്ള വ്യവഹാര അപഗ്രഥനം എന്ന വിഷയത്തിൽ PhDയും കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് കരസ്ഥമാക്കി. നിലവിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ അധ്യാപകനായി ജോലി ചെയ്യുന്നു. ആനുകാലികങ്ങളിൽ കഥകളും കവിതകളും പഠനങ്ങളും എഴുതുന്നു. ഒപ്പം നടനും നാടക പ്രവർത്തകനുമാണ്. എല്ലാവർക്കും സെഷനിലേക്ക് സ്വാഗതം. നമസ്കാരം. നമ്മൾ 10 മണിക്ക് തന്നെ തുടങ്ങുന്നു. 5 മിനിറ്റിൻ്റെ ഒരു താമസമേ ഉള്ളൂ. ആദ്യത്തെ സെഷൻ തുടങ്ങാൻ വൈകിയാൽ പിന്നെ ഫെസ്റ്റിവലിൻ്റെ തുടർന്നുള്ള സെഷനുകളെല്ലാം അത് ബാധിക്കും. ഗസ്റ്റുകളെല്ലാം നേരത്തെ എത്തിയിരുന്നു. നമ്മുടെ പാനലിസ്റ്റുകൾ ഇന്നലെ തന്നെ ഇവിടെയുണ്ട്. നേരിട്ട് നമുക്ക് വിഷയത്തിലേക്ക് പോകാൻ തോന്നുന്നു. ഇങ്ങനെ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ആർട്സ് കോളേജിനെ സംബന്ധിച്ച് 2ാം വർഷം വളരെ പ്രധാനപ്പെട്ട ഒരു ഇവൻ്റായി ഞാനതിനെ കാണുകയാണ്. ധാരാളം ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകൾ കേരളത്തിലെമ്പാടും ഉണ്ടെങ്കിലും അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി പ്രമേയ സ്വീകരണത്തിലും നമ്മുടെ മുഖ്യധാരയാണെങ്കിലും അല്ലെങ്കിലും എല്ലാ മേഖലകളിലും സ്പർശിക്കുന്ന വിധത്തിലുമാണ് ഈ ഫെസ്റ്റിവലിൻ്റെ സെഷനുകളെല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ എടുത്തിട്ടുള്ള ഒരു പരിപ്രേക്ഷ്യം ഫോക്കസ് മാറുന്ന മലയാള സിനിമ എന്നത് ആ നിലയ്ക്ക് വളരെ പ്രസക്തമാണെന്ന് തോന്നുന്നു. മറ്റ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലൊക്കെ എടുത്തു നോക്കിയാൽ നമുക്കറിയാം, വളരെ സെലക്റ്റീവായിട്ടുള്ള ചില ഏരിയകളിൽ മാത്രമാണ് ഡിബേറ്റുകൾ സംഘടിപ്പിക്കുന്നത്. ഫോക്കസ് മാറുന്ന മലയാള സിനിമയിലേക്ക് വരുമ്പോൾ നമുക്ക് വളരെ സന്തോഷകരമായ ഒരു കാര്യം, 2 പാനലിസ്റ്റുകളും ഇപ്പോൾ നിങ്ങളവരെ പറ്റി കേട്ടു. പലർക്കും നേരത്തെ അറിയാവുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് ബിസാറിനെ സംബന്ധിച്ച് വലിയ ആമുഖങ്ങൾ ആവശ്യമില്ല. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ധാരാളം സിനിമകൾ കണ്ടിരിക്കും. ഒരുപക്ഷെ ജയകുമാറിനെ നിങ്ങൾ എനിക്ക് തോന്നുന്നു ചലച്ചിത്ര നിരൂപകനായിട്ടാണോ മനസ്സിലാക്കുന്നത് എല്ലാവരും എനിക്ക് അറിഞ്ഞൂടെ. നോവലായിരിക്കും ഇപ്പോൾ ഒരുപക്ഷെ മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച എന്ന നോവൽ ഒരുപക്ഷെ ഇപ്പോൾ വളരെ വായിക്കപ്പെടുന്നൊരു നോവലാണ്, ശ്രദ്ധേയമായൊരു നോവലാണ്. ആ നിലയ്ക്ക് കൂടിയായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ അദ്ദേഹത്തെ അറിയുന്നുണ്ടാവുക. പക്ഷേ അദ്ദേഹം ചലച്ചിത്ര നിരൂപണ രംഗത്തും ചലച്ചിത്രത്തിൻ്റെ ഒരു ചരിത്രത്തെ പഠിക്കുന്നതിലുമൊക്കെ വളരെ ശ്രദ്ധാലുവായി ഏറെക്കാലം പ്രവർത്തിക്കുന്ന ആളാണ്. ജാതി വ്യവസ്ഥയും മലയാള സിനിമയും പോലൊരു പുസ്തകം ഒരുപക്ഷെ മലയാള സിനിമയുടെ ചരിത്രത്തെ വളരെ സവിശേഷമായി നോക്കിക്കാണുന്ന, അതിൻ്റെ ഭാവുകത്വ മാറ്റത്തിലും അതിൻ്റെ പൊളിറ്റിക്സിലും വളരെ സവിശേഷമായി ശ്രദ്ധിക്കുന്ന, എനിക്ക് തോന്നുന്നു അതിനകത്തൊരു മൗലികതയുള്ളത് കാണിയെക്കൂടി അഭിസംബോധന ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ പൊതുവെ നമ്മുടെ സിനിമാ ചരിത്രം കാണികളെയും കാണികളുടെ മാറ്റത്തെയും സിനിമാ കൊട്ടകകളെയും ഒന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കാണാറില്ല. ആ നിലയ്ക്ക് കൂടി വളരെ പ്രസക്തമായ വർക്കുകൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ 2 രീതിയിൽ അദ്ദേഹം മാധ്യമപ്രവർത്തകനും അധ്യാപകനും ഒക്കെയാണ് താനും. വളരെ 2 ഗംഭീരരായ പാനലിസ്റ്റുകളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ തീർച്ചയായിട്ടും എൻ്റെ ദൗത്യം ഏകോപനമായതുകൊണ്ട് ഞാൻ ഏറെ സംസാരിക്കുകയും അവർക്ക് സംസാരിക്കാനുള്ള സമയം കളയുകയും ചെയ്യില്ല. മലയാള സിനിമയുടെ ഫോക്കസ് മാറുന്നു എന്ന് ഒരുപക്ഷെ ഈ ഫെസ്റ്റിവലിൻ്റെ സംഘാടകർ ഒരു പരികല്പന മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വിഷയം. ആ കാര്യത്തിൽ ഇവർ 2 പേരും എന്താണ് പറയുകയെന്ന് എനിക്ക് അറിയണമെന്നുണ്ട്. നമുക്ക് അതിലേക്ക് പോവാം. ഞാൻ വിചാരിക്കുന്നത് ഈ നൂറ്റാണ്ട് തുടങ്ങുന്നതോടുകൂടി ഉണ്ടായിട്ടുള്ള 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നൂറ്റാണ്ടിൻ്റെ തുടക്കമൊക്കെ നമുക്കറിയാം. ആദ്യത്തെ വർഷം താരതമ്യേന ഇവിടെ വിജയിച്ചത് താരങ്ങളുടെ സിനിമയൊന്നുമല്ല, മറ്റൊരു സിനിമയാണ്. പിന്നീട് പതിയെ നമ്മളിപ്പോൾ സംസാരിക്കുന്നൊരു കാലമാകുമ്പോഴേക്കും മലയാള സിനിമ കോടിക്കിലുക്കത്തിൻ്റെ ഒരു ഭ്രമിപ്പിക്കുന്ന ലോകത്തേക്ക് ചുവട് മാറിയതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ 2-3 ധാരകൾ എടുത്തു നോക്കിയാൽ ഒന്ന് അങ്ങനെയാണ്, കോടിക്കിലുക്കത്തിലേക്ക് പോയിട്ടുള്ള മലയാള സിനിമയാണ് നമ്മൾ കാണുന്നത്. അവിടെ PR തന്ത്രങ്ങളുണ്ട്, വളരെ മനോഹരമായിട്ടുള്ള പരസ്യങ്ങളുണ്ട്, നമ്മളെ തിയേറ്ററിലേക്ക് കയറ്റുന്നതിന് വേണ്ടുന്ന പലതരം മാജിക്കുകളുണ്ട്. ഹിംസയുടെ ഒരു പാരമ്യം അത്തരം ചിത്രങ്ങളിൽ നമുക്ക് ധാരാളമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ആഘോഷപരത, പൊള്ളയായ ഒരു ആഘോഷപരത അത്തരം ചിത്രങ്ങളിൽ കാണുന്നുണ്ട്. അതുപോലെ എത്രയോ കാലമായിട്ട് തുടർന്നു പോരുന്ന വരേണ്യബോധത്തിൻ്റെ
ഒക്കെയുള്ള തുടർച്ചകൾ അനായാസമായിട്ട് അതിനകത്ത് വന്നു കയറുന്നത് കാണാം. ഒരുപക്ഷെ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രൊപ്പഗൻഡയും അത്തരം സിനിമകളിൽ ധാരാളമായിട്ട് കാണാം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലോക പോലൊരു സിനിമ തന്നെ എടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ദളിത് വിരുദ്ധവും സ്ത്രീ വിരുദ്ധവും ഒക്കെ ആയി മാറുന്നതെന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. അങ്ങനെ ഒരു ജോണറിലൊരു ഒരു പറ്റം സിനിമകൾ നമ്മുടെ മുമ്പിൽ വരുന്നു. അപ്പുറത്ത് ഒരു അത്ഭുതകരമായ മാറ്റം എന്ന് പറയാവുന്നത് ഒരു യുവാക്കളുടെ ഒരു സംഘം മലയാള സിനിമയിലേക്ക് വരികയും വളരെ സൂക്ഷ്മമായി കഥ പറയാൻ ശ്രമിക്കുന്ന, ഒരുപക്ഷെ കഥ പറച്ചിൽ മലയാള സിനിമയുടെ ഒരു അവിഭാജ്യമായ ഘടകമാണ്. വളരെ സൂക്ഷ്മമായി കഥ പറയാൻ ശ്രമിക്കുന്ന, സൂക്ഷ്മ രാഷ്ട്രീയങ്ങളുള്ള സിനിമകൾ ചെയ്യുന്ന ഒരു പറ്റം ആളുകളെ നമുക്ക് അപ്പുറത്ത് കാണാൻ പറ്റും. ഇപ്പോൾ ജിയോ ബേബി ആയാലും, ആനന്ദ് ഏകർഷി ആയാലും, ഫാസിൽ റസാഖ് ആയാലും, ഫാസിൽ മുഹമ്മദ് ആയാലും, ശിവരഞ്ജിനി ആയാലും, ഡോൺ ആൻ്റണി ആയാലും, അങ്ങനെ ഒരു വലിയ പക്ഷം ആളുകൾ ഒരു ഭാഗത്ത് വേറെ രീതിയിൽ പ്രവർത്തിക്കുന്നത് കാണാം. അവർ ഒരുപക്ഷെ ആർട്ട് ഹൗസ് എന്നോ മുഖ്യധാര എന്നോ ഒന്നും വ്യത്യാസമില്ലാതെയാണ് അവർ സിനിമയെ സമീപിക്കുന്നത് എന്നും ഒരർത്ഥത്തിൽ പറയാം. കാരണം ചിലതൊക്കെ പരാജയപ്പെടുമെന്ന് ഉറപ്പിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. ചിലതൊക്കെ ഈ പറഞ്ഞ പോലെ മുഖ്യധാരയുടെയും ആർട്ട് ഹൗസിൻ്റെയും ഇടനില കൈയാളുന്ന സിനിമകളാണ്. അത്തരത്തിലുള്ള ഒരു ധാരാളം ശ്രമങ്ങൾ അടുത്ത കാലത്തായിട്ട് സിനിമയിൽ ഉണ്ടാകുന്നുണ്ട്. അതിനകത്ത് ഡോക്യു എന്നോ ഡോക്യു ഫിക്ഷൻ എന്നോ പിന്നെ ലെങ്ത്തിൻ്റെ കാര്യത്തിലോ ഒന്നും തന്നെ വലിയ കടുംപിടുത്തങ്ങളില്ല എന്ന് അത്തരം സിനിമകളുടെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ രണ്ട് തരം സിനിമകൾ സംഭവിക്കുന്നു. ഇത് കൂടാതെ ഒരു സിനിമ സംഭവിക്കുന്ന ആർട്ട് ഹൗസിൻ്റെ സിനിമകളാണ്. ആർട്ട് ഹൗസ് സിനിമകൾ ഏതോ നിലയ്ക്ക് ഒരു വരേണ്യ ബോധത്തെ അതിൻ്റെ രൂപം കൊണ്ടോ അതിൻ്റെ വിപണനം കൊണ്ടോ അതിൻ്റെ കാണികളെ അഭിമുഖീകരിക്കുന്ന വിഷയത്തിലോ ഒരർത്ഥത്തിൽ അത് ഇപ്പോഴും പിൻപറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതെല്ലാ മനുഷ്യരിലേക്കും എത്തുന്നില്ല. അതിൻ്റെ ഒരു ഫെസ്റ്റിവൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്വഭാവം അതിനുണ്ട്. പിന്നെ അത് പലപ്പോഴും ഒരു തരം സവിശേഷമായ മാർക്കറ്റ് ലക്ഷ്യം വയ്ക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉണ്ണീഷൻ ആവളയുടെ തന്തപ്പേര് പോലൊരു സിനിമയൊക്കെ കാണാനിടയായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അത് അങ്ങനെ ഒരു ജോണറ്, അങ്ങനെ ഒരു ഏരിയ അപ്പുറത്ത് കൂടി ഇങ്ങനെ ആണ് മലയാള സിനിമയുടെ സമകാലം എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഈ വിഷയങ്ങളിൽ ഇവിടെ നമുക്ക് ലഭ്യമായിട്ടുള്ള പാനലിസ്റ്റുകൾ എന്താണ് പറയുന്നത്, അവരുടെ അഭിപ്രായം എന്താണ് എന്നറിയാൻ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ എൻ്റെ ആദ്യത്തെ ചോദ്യം ഡോക്ടർ ബിജുവിനോടാണ്. ഈ പരിപ്രേക്ഷ്യം വിഭാവനം ചെയ്യുന്ന ചോദ്യം മലയാള സിനിമയുടെ ഫോക്കസ് മാറുന്നുണ്ടോ എന്നാണ്. ഉണ്ടെങ്കിൽ എങ്ങനെയാണ് സാർ അതിനെ നോക്കിക്കാണുന്നത്? എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, സിനിമയല്ല ഏതൊരു ആർട്ട് ഫോമും എടുത്തു കഴിഞ്ഞാൽ അത് എല്ലാ കാലത്തും ആ കാലത്തിൻ്റെ അനുസൃതമായിട്ടുള്ള ഒരു മാറ്റം സ്വാഭാവികമായിട്ടും ഉണ്ടാവാറുണ്ട്. അതൊരു ഫോക്കസ് ഷിഫ്റ്റ് എന്നോ അതല്ലെങ്കിൽ ഒരു മാറ്റമെന്നോ ഒക്കെ നമുക്കത് പറയാം. ആ മാറ്റം ഇപ്പോൾ ഒരു കാലാനുസൃതമായി അല്ലെങ്കിൽ അതിൻ്റെ കാണികളെ സംബന്ധിച്ചൊക്കെ ആ മാറ്റം ഉണ്ടാവാം. കാണികളുടെ ഒരു മാറ്റം അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു മാറ്റം, അവരുടെ ഒരു ആസ്വാദന രീതിയുടെ മാറ്റം, ഇതിനെയൊക്കെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിൽ എല്ലാ സമയത്തും ആവശ്യമായ മാറ്റങ്ങൾ വരാറുണ്ട്. അത് മലയാള സിനിമ എന്നുള്ളത് മാത്രമല്ല, നമ്മളുടെ ഒരു ഇന്ത്യൻ സിനിമയും ഇന്ത്യയിലെ മറ്റ് ഭാഷാ സിനിമകളും ലോകത്തിന് പുറത്തുള്ള ലോക സിനിമകളുമൊക്കെ അത്തരത്തിൽ മാറാറുണ്ട്. അപ്പോൾ ഈ മാറ്റങ്ങൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മലയാള സിനിമയിലും ഏതൊക്കെ ധാരകളുണ്ടോ ആ ധാരകളിലൊക്കെ തന്നെയും പ്രതിഫലിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഒരു മുഖ്യധാരാ സിനിമ നമ്മൾ കൃത്യമായും തിയേറ്ററിലേക്ക് വരുന്ന നമ്മൾ ഈ പറഞ്ഞ ഒരു കോടി കിലുക്കം എന്നൊക്കെ പറയുന്ന അത്തരത്തിൽ വരുന്ന സിനിമകളുണ്ട്. അപ്പോൾ ആ സിനിമകൾ പക്ഷേ എനിക്ക് തോന്നുന്നൊരു മോറോർലെസ് ഈ ഒരു ഫോക്കസ് ഷിഫ്റ്റ് അധികം ഉണ്ടാവാത്ത ഒരു സ്ഥലമാണത്. കാരണം അതൊരു കൃത്യമായൊരു ഷേപ്പിൽ നിർമ്മിക്കപ്പെട്ട സാധനങ്ങളാണ്. ഈ മുഖ്യധാരാ സിനിമ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കാണികളെ ആകർഷിക്കുക, ഏറ്റവും കൂടുതൽ കാണികളെ തിയേറ്ററിലേക്ക് എത്തിക്കുക, ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു 10-20 ദിവസത്തിനകം മാക്സിമം ആളുകളെ തിയേറ്ററുകളിൽ എത്തിച്ചിട്ട് അതിൻ്റെ ഒരു പണം വരിക, ഒരു 10 ദിവസത്തിനകം 100 കോടിയിൽ കയറുക എന്നൊക്കെ ഉള്ളതാണ്. പക്ഷേ അതിൻ്റെ ഒരു ഫോം പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാ കാലത്തും അതിനകത്ത് കൃത്യമായിട്ടുള്ള ചില ചേരുവകളുണ്ട്. ആ ഫോക്കസിന് ഒരു ഷിഫ്റ്റ് വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്താ വെച്ചാൽ അതിലൊരു 2-3 ഘടകങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഒരുപക്ഷെ ഒരു 1950കളുടെ കാലങ്ങളെടുത്താലോ അല്ലെങ്കിൽ 80കളിലായാലും പിന്നീട് ഇപ്പോൾ 2000-ലും ഈ ഒരു 2025 കാലഘട്ടത്തിലെടുത്താലും നമ്മൾ ഈ 100 കോടി സിനിമകൾ മലയാളത്തിൽ നിന്ന് കയറുന്നു എന്ന് പറയുമ്പോൾ
അതിൽ പ്രധാനമായും ഉണ്ടാകുന്ന ചില ചേരുവകൾക്ക് വ്യത്യാസം വരുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും, പക്ഷേ അതിൻ്റെ ഒരു ഫോമാറ്റിൽ വ്യത്യാസം വരുന്നില്ല. ആ ഫോമാറ്റ് എന്ന് പറയുന്നത് ഒന്ന്, അത് കടുത്ത സ്ത്രീവിരുദ്ധത ഉൽപ്പാദിപ്പിക്കുന്ന സിനിമകളാണ്. അതിനകത്ത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അറിയാം, അതിനകത്ത് നായികമാരും അത്തരത്തിലുള്ള സിനിമകളുടെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എത്രമാത്രം സ്ത്രീവിരുദ്ധത, അതിൻ്റെ ഏറ്റക്കുറച്ചിലുകളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. സ്ത്രീവിരുദ്ധമായിരിക്കും സ്വാഭാവികമായിട്ടും. ദ്വയാർത്ഥ പ്രയോഗമുള്ള അശ്ലീലങ്ങൾ കുറച്ചൊക്കെ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ എങ്കിൽ പോലും അതിൻ്റെ ഒരു ആധിക്യമുണ്ട്. അതിനും അപ്പുറത്ത് കടുത്ത ദളിത് വിരുദ്ധത പലപ്പോഴും ഉണ്ടാവാറുണ്ട്. എന്താ പറയുക, ഒരു സവർണ ബോധ്യം അതിനകത്ത് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി ചേർന്ന് പിന്നെ തുന്നിയെടുത്ത ഒരു ഫോർമാറ്റാണ് ഈ മുഖ്യധാര സിനിമകളുള്ളത്. അപ്പോൾ അത് എത്ര ഫോക്കസ് ഷിഫ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും അത് അതിൻ്റെ ഒരു ചുറ്റുപാടിൽ നിന്ന് കുതറി മാറാൻ അതിന് പറ്റില്ല. അതങ്ങനെ തന്നെയാണ് അവർ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അത്തരം സിനിമകളാണ് നമ്മൾ തിയേറ്ററുകളിൽ വിജയിക്കുകയും ചെയ്യുന്നത്. പിന്നെ മലയാളത്തിലുണ്ടാകുന്ന മറ്റൊരു തരം സിനിമകളെന്ന് പറയുന്നത് മുഖ്യധാരയ്ക്കും ആർട്ട് ഹൗസിനും ഇടയിൽ നിൽക്കുന്ന ഒരു സിനിമകളെന്നാണ്. അത് കുറച്ച് തിയേറ്ററുകളിലേക്കും കുറച്ച് എന്താ പറയുക, ഒരു കൾച്ചറലി ഡെവലപ്ഡ് ആയിട്ടുമൊക്കെ ഉള്ള ഒരു തരം സിനിമകളാണ്. പക്ഷേ ആ സിനിമകൾ എനിക്ക് തോന്നുന്നു അതിനകത്ത് കുറച്ച് പുതിയ ചെറുപ്പക്കാർ ഇപ്പോൾ വരുന്നുണ്ട്. മുഖ്യധാരയിലും വരുന്നുണ്ട്, സമാന്തര സിനിമകളിലും വരുന്നുണ്ട്. കുറച്ച് സിനിമകൾ വിജയിക്കുന്നുണ്ട്, തിയേറ്ററിൽ വിജയിക്കുന്നുണ്ട്. കുറച്ച് സിനിമകളല്ലാതെ നമ്മൾ പുറമേക്ക് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ അതിനപ്പുറം ആ സിനിമകൾക്കൊരു ഫോക്കസ് കൃത്യമായി മറ്റ് ലാംഗ്വേജുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ, നമ്മളിപ്പോൾ മുമ്പ് പറഞ്ഞതിലും അതിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ട്. കാര്യം ഇത് കൂടുതലും ഇത്തരം സിനിമകൾക്ക് അടുപ്പമുണ്ടാകുന്ന ആർട്ട് ഹൗസ് സിനിമകളോടാണ്, കുറച്ചുകൂടി ആ ധാര ചേർന്ന് നിൽക്കുന്ന ആർട്ട് ഹൗസ് സിനിമകളാണ്. ആർട്ട് ഹൗസ് സിനിമകളുടെ ഒരു കുഴപ്പം, ആർട്ട് ഹൗസ് സിനിമകൾ നമ്മുടെ മലയാളത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് നേരത്തെ മുൻകാലങ്ങളിൽ ഉണ്ടാക്കി വെച്ചൊരു പൊതു ബോധമുണ്ട്. ആ സിനിമകളൊക്കെയും കൂടുതലും കൈകാര്യം ചെയ്തിരുന്നത് ഈ പറഞ്ഞ ഒരു സവർണ കാലഘട്ടമായിരുന്നു. അതല്ലെങ്കിൽ അതിനകത്തുള്ള ഒരു ലാഗിങ്, അങ്ങനെയൊക്കെയുള്ള നമുക്കൊരു പൊതുബോധം ഉണ്ടാക്കിയിട്ടുണ്ട്. ആർട്ട് സിനിമ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എന്നുള്ളത്. അതിനെ ബ്രേക്ക് ചെയ്ത് തുടങ്ങിയത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടാണ്, കുറച്ച് ബ്രേക്ക് ചെയ്തത്. പക്ഷേ അതിൻ്റെ ഒരു കുഴപ്പം ഇപ്പോഴും അത്തരം സിനിമകൾ നമ്മളെ കാണികളിലേക്ക് എത്തുന്നില്ല എന്നുള്ളൊരു പൊതു പ്രശ്നമുണ്ട്. അത് പക്ഷേ ആ സിനിമകളുടെ കുഴപ്പമല്ല, അത് നമ്മളുടെ ഈ നിലവിലുള്ള രീതികളുടെ കുഴപ്പമാണ്. നമ്മളുടെ നിലവിലുള്ള രീതിയിൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ, തിയേറ്ററിൻ്റെ ഒക്കെയുള്ള ഒരു രീതിയുണ്ട്. കാര്യം ഏത് സിനിമകൾ തിയേറ്ററിൽ എത്തണമെങ്കിലും പിന്നെ ഡിസ്ട്രിബ്യൂഷൻ വേണം, അല്ലെങ്കിൽ തിയേറ്ററുകൾ സമ്മതിക്കണം. ഇന്ത്യയിൽ മൊത്തം ഇപ്പോൾ ഉണ്ടാകുന്നതെന്ന് പറയുന്നത് ഒരു വർഷം ഏകദേശം 2500-3000 സിനിമകളാണ് ഇന്ത്യയിലുണ്ടാകുന്നത്. അതിലേതാണ്ട് 300ഓളം സിനിമകൾ സംഭാവന ചെയ്യുന്നത് മലയാളമാണ്. അതായത് നമ്മളേതാണ്ട് ഒരു 2 ദിവസത്തിൽ ഒരിക്കലും ഒരു സിനിമ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന നാടാണ്. അപ്പോൾ അത്രയും തിയേറ്റർ നമുക്കില്ല. നമുക്ക് മുൻകാലങ്ങളിൽ നിന്നും തിയേറ്റർ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കാണികളെ ആകർഷിക്കുന്ന സിനിമകളാണ് അവരവിടെ വരിക. അപ്പോൾ ഈ ആർട്ട് ഹൗസ് സിനിമയുടെ ഒരു പ്രശ്നം, അത് കൂടുതൽ ഫെസ്റ്റിവലുകളിലേക്ക് പോകേണ്ടി വരുന്നു, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള പാരലൽ സ്ക്രീനിങ്ങുകളിലേക്ക് പോകേണ്ടി വരുന്നു എന്നുള്ളതാണ്. അവിടെ പോകുന്ന കാണികൾക്ക് മാത്രമേ അത് കിട്ടുന്നുള്ളൂ. അതിനപ്പുറത്ത് ഈ സിനിമകൾ എന്തുകൊണ്ടാണ് കൂടുതൽ ആളുകളിലേക്ക് എത്താത്തത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ആ സിസ്റ്റമാണ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. കാരണം അത് ഉണ്ടാവണമെങ്കിൽ സ്വാഭാവികമായി ഒരു ഗവൺമെൻറ് സപ്പോർട്ടില്ലാതെ അത് പറ്റില്ല. നമ്മളെപ്പോഴും കാണുന്നത് ഇത്തരം സിനിമകൾ കൂടുതൽ കണ്ടുവരുന്നത് ഇറാനിൽ നിന്നും, അതല്ലെങ്കിൽ പിന്നെ ടർക്കിയിൽ നിന്നും ഒക്കെ, അങ്ങനെയൊക്കെയുള്ള ഫ്രഞ്ച് സിനിമകളൊക്കെയാണ്. പക്ഷേ അവിടെയൊക്കെ ഇത്തരത്തിലുള്ള ആർട്ട് ഹൗസ് സിനിമകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഫോക്കസ് മാറി മനുഷ്യൻ്റെ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന സിനിമകളാണ്. ഈ സിനിമകളെ കൃത്യമായി കാണികളിലേക്ക് എത്തിക്കാനുള്ള ഒരു ഗവൺമെൻറ് സപ്പോർട്ടിംഗ് സിസ്റ്റം അവിടെയൊക്കെ ഉണ്ട്. ഈ സിനിമകൾക്ക് കൃത്യമായ സബ്സിഡി സംവിധാനങ്ങൾ കൊടുക്കുക, ഈ സിനിമകൾക്ക് കൃത്യമായിട്ട് തിയേറ്റർ ഉറപ്പാക്കുക. ഇപ്പോൾ ഇറാൻ പോലുള്ള ഒരു സ്ഥലത്തു നിന്ന് നമ്മൾ കണ്ടിട്ടുള്ള മിക്കവാറുള്ള എല്ലാ സിനിമകളും ആർട്ട് ഹൗസ് സിനിമകളാണ്, കൊമേഴ്ഷ്യൽ സിനിമകളല്ല നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ മജീദിയുടെ സിനിമകളായാലും പിന്നെ ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് അത്തരത്തിലുള്ള സിനിമകളാണ്. അപ്പോൾ ആ സിനിമകൾ, ജാഫർ പനാഹിയുടെ സിനിമകളൊക്കെ നമ്മളിവിടെ ഫെസ്റ്റിവലിലാണ് കണ്ടിട്ടുള്ളത്. അപ്പം നമുക്ക് അത്തരം സിനിമകൾ നമ്മൾ ഫെസ്റ്റിവലിൽ കാണുകയും അവരുടെ രാജ്യത്ത് അവരതിനെ പ്രൊമോട്ട് ചെയ്തത് ആ സിനിമകൾക്ക് കൃത്യമായിട്ട് തിയേറ്ററിൽ ഒരു കോട്ട സമ്പ്രദായം ഉണ്ടാക്കിയിട്ടാണ്. ആളുണ്ടായാലും ഇല്ലെങ്കിലും ഇത്ര ദിവസം സ്ഥിരമായി ഈ സിനിമകൾ തിയേറ്ററിൽ കാണിച്ചിരിക്കണം, ഒരു കാണിയാണെങ്കിലും കാണിച്ചിരിക്കണമെന്നാണ്. അങ്ങനെ ഏതാണ്ട് 10-30 വർഷങ്ങളോളം ആ സിസ്റ്റം ഉണ്ടാക്കിയെടുത്തിട്ടാണ് അവരുടെ ആർട്ട് ഹൗസ് സിനിമകൾക്കൊരു കമ്മ്യൂണിറ്റിയെ, ഒരു കാഴ്ചാ സമൂഹത്തെ അവർ വളർത്തിയത്. ദൗർഭാഗ്യവശാൽ നമുക്കങ്ങനെ ഇല്ല. നമ്മളങ്ങനെ ഈ IFFKയിൽ പോയി കാണുന്നു, അല്ലെങ്കിൽ റീജിയണൽ ഫെസ്റ്റിവലിൽ പോയി കാണുന്നതിനപ്പുറത്ത് ഈ സിനിമകൾ ഉണ്ടാകുന്നില്ല. അപ്പോൾ അതിൻ്റെ കുഴപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ ആർട്ട് ഹൗസ് സിനിമകൾ പോലും പക്ഷേ ഇപ്പോഴത്തെ കാലം എടുത്താൽ നമുക്കൊരു 70കളിലോ 80കളിലോ അല്ലെങ്കിൽ 2000-ലോ ഒക്കെ നമ്മൾ ഇൻ്റർനാഷണലി ട്രാവൽ ചെയ്തിരുന്ന അത്രയും
ഇപ്പോൾ ട്രാവൽ ചെയ്യുന്നില്ല എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. ഇപ്പോൾ സമകാലിക സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു വിക്ടോറിയ മാത്രമാണ് ഏകദേശം അത്യാവശ്യം മികച്ച മേളകളിലേക്ക് യാത്ര ചെയ്തിട്ടുള്ളത്. മറ്റു പല സിനിമകളും മലയാളത്തിൽ തന്നെ ശ്രദ്ധേയമായിട്ടും ആ സിനിമകൾക്കൊന്നും തന്നെ പ്രധാനപ്പെട്ട ഇൻ്റർനാഷണൽ ചലച്ചിത്ര മേളകളിലേക്ക് ഇടം കിട്ടുന്നില്ല. പക്ഷേ മറിച്ച് മറാത്തിയിലും പിന്നെ ഹിന്ദിയിലും ഒക്കെയുള്ള സിനിമകൾ, ഈവൻ ബംഗാളിലും, അതിനേക്കാൾ ഉപരിയായിട്ട് ഇപ്പോൾ ആസാമിൽ നിന്ന്, മേഘാലയയിൽ നിന്നൊക്കെയുള്ള സിനിമകൾ ലോകത്തെ പല പ്രധാന മേളകളിലേക്കും പോകുന്നുണ്ട്. മലയാളത്തിൽ അതിൻ്റെ പ്രാതിനിധ്യം കുറയുന്നുമുണ്ട്. അപ്പോൾ ഈ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യുന്നു നമ്മൾ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അതിനകത്ത് പറഞ്ഞു വെക്കാവുന്നൊരു സാധനം, ആർട്ട് ഹൗസ് സിനിമകൾക്ക് ഒരു ഇൻ്റർനാഷണൽ ആക്സെപ്റ്റൻസ് മലയാളത്തിൽ നിന്നുള്ള സിനിമകളുടെ എണ്ണം, ആ ഫുട് പ്രിൻ്റ് കുറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു ഗൗരവപരമായി നമ്മൾ പരിശോധിക്കേണ്ട ഒരു സംഗതിയാണ്. എന്തുകൊണ്ട് അത്തരത്തിലൊരു സാമൂഹിക സാഹചര്യം നമുക്കുണ്ടാവുന്നു എന്നുള്ളത് പരിശോധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഓക്കെ സാർ, നമുക്ക് 2 or 3 റൗണ്ട് വരണം, ഓഡിയൻസിലേക്ക് ഒന്ന് പോകണം. ഇതേ ചോദ്യം ഞാൻ ജയകുമാറിനോട് തുടങ്ങുകയാണ്. കാരണം ഡോക്ടർ ബിജു സംസാരിക്കുന്ന സമയത്ത് ഒരു ഫിലിം മേക്കർ എന്നുള്ള നിലയ്ക്കാണ് അതിനെ സമീപിക്കുന്നത്. പക്ഷേ കുറേയേറെ കാലമായി സിനിമയെ വളരെ അടുത്ത് നിന്ന് നോക്കുന്ന, സിനിമയുടെ ചരിത്രം വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്ന ഒരാളെന്ന നിലയിൽ ഈ ഫോക്കസ് ചേഞ്ചിനെ എങ്ങനെയാണ് സാർ കാണുന്നത്? നമസ്കാരം. ഈ ഒരു വേദി പങ്കിടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. പ്രത്യേകിച്ച് ഡോക്ടർ ബിജുവിനെ പോലെയുള്ള ഒരു ഫിലിം മേക്കറോടൊപ്പം അതും വലിയ സന്തോഷമാണ്. ഞാനിതിനെ കാണുന്നത് യഥാർത്ഥത്തിൽ മലയാള സിനിമ ലോക സിനിമയെ പോലെ തന്നെ വലിയൊരു ഫോക്കസ് ഷിഫ്റ്റിൻ്റെ അല്ലെങ്കിൽ തലമുറ മാറ്റത്തിൻ്റെ കാലമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ അതിനെ കാണുന്നത് പ്രത്യേകിച്ച് ഈ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തെക്കുറിച്ച് വിഷ്ണു സൂചിപ്പിച്ചൊരു കാര്യത്തിൽ നിന്ന് വേണം തുടങ്ങാൻ എനിക്ക് തോന്നുന്നു. ഈ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് മുഖ്യധാര സിനിമകൾ തകർന്നടിയുകയും വലിയ പരാജയം നേടുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിലേക്ക് ഷക്കീലയുടെ സിനിമ വലിയ വിജയം നേടുന്ന ഒരു സന്ദർഭത്തെ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ നൂറ്റാണ്ട് ആരംഭിക്കുന്നത്, 2000 ആരംഭിക്കുന്നത്. പിന്നീട് ഈ നൂറ്റാണ്ടിൽ സംഭവിച്ച വലിയ ഒരു മാറ്റം എന്ന് പറയുന്നത് ഞാൻ കാണുന്നത് തിയേറ്ററുകൾ പൂർണ്ണമായും അടച്ചു പൂട്ടുന്നൊരു കാലമാണ്. അതായത് 2006 കേരളത്തിൽ 1000-ഓളം തിയേറ്റർ ഉണ്ടായിരുന്നു, 1300-ഓളം തിയേറ്റർ ഉണ്ടായിരുന്നു. 2016 ആകുമ്പോൾ കേരളത്തിലെ തിയേറ്ററുകളുടെ എണ്ണം 500 കുറയുന്നു. നിലവിൽ കേരളത്തിലെ തിയേറ്ററുകളുടെ എണ്ണം 370 മാത്രമാണ്. 370 തിയേറ്ററുകളുടെ ഏതാണ്ട് 777 സ്ക്രീൻ ഉണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്നൊരു കണക്കുകൾ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു തിയേറ്ററുകളുടെ എണ്ണം കുറഞ്ഞു വന്നിരിക്കുന്നു. മറ്റൊരു പ്രധാന മാറ്റം സമീപകാലത്ത് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിദ്ധീകരിച്ച കേരളത്തിൻ്റെ സമൂഹ പഠനത്തെക്കുറിച്ചുള്ള പഠനത്തിൽ പറയുന്നത് കേരളത്തിലെ സിനിമ കാണുന്നവരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് അതിദരിദ്ര വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ 15% ആളുകൾ സിനിമ കാണുന്നതിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു. മധ്യവർഗം എന്ന് പറയാവുന്ന വിഭാഗത്തിലെ ആളുകൾ സിനിമ കാണുന്നതിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുന്നു. അതിസമ്പന്നർ എന്ന് പറയാവുന്ന വിഭാഗത്തിലെ 4% ആളുകൾ സിനിമ കാണുന്നത് കൂടിയിരിക്കുന്നു, വർദ്ധിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ സിനിമയുടെ ഒരു സ്ഥലം, സിനിമ കാണുന്ന സ്ഥലത്തിൻ്റെ സ്വഭാവത്തിൽ വന്നിട്ടുള്ള മാറ്റം ഇത് പ്രധാനമായി സൂചിപ്പിക്കുന്നുണ്ട്. മുമ്പ് സാധാരണ തിയേറ്ററുകൾ, സാധാരണ മനുഷ്യർ പോയി കാണുന്ന, എല്ലാവർക്കും ഇടമുള്ള ആക്സസ് ഉള്ള തിയേറ്ററുകൾ എന്ന് പറയുന്ന ടാക്കീസ് എന്ന് പറയുന്ന സ്ഥലത്തിന് പകരം അതൊരു ഹൈ ക്ലാസ്സിനെ അല്ലെങ്കിൽ ഉയർന്ന മധ്യവർഗത്തെ, സമ്പന്ന വിഭാഗത്തെ സ്വീകരിക്കാൻ പാകത്തിനുള്ള തിയേറ്ററുകളായി, സ്ക്രീൻ സ്പേസായി മാറുന്നതോടുകൂടി ആ സ്ഥലത്തേക്ക് പലതരം ആഘോഷങ്ങളുടെ, പലതരം എൻ്റർടൈൻമെൻറ്റുകളുടെ, പലതരം വിനോദങ്ങളുടെ കൂടെ നമുക്ക് ചെന്ന് പറ്റുന്ന സ്ഥലങ്ങളായി മാറും. അപ്പോൾ ഒരു ദിവസം ജീവിതത്തിലെ, ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ മാസത്തിൽ 1-2 ദിവസം ജീവിതത്തിൽ നിന്ന് മാറ്റി വയ്ക്കുമ്പോൾ നാം ആഘോഷിക്കുന്ന പല ആഘോഷങ്ങളിലൊന്നായി സിനിമ കൂടി ഉൾപ്പെടുത്താൻ പാകത്തിനുള്ള ഒരു സമ്പന്നത സിനിമയ്ക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. അതുകൊണ്ടായിരിക്കാം സമ്പന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളിൽ 4.5% ആളുകൾ സിനിമ കാണുന്ന കൂടുമ്പോൾ ആകെ 2020-21 ആകുമ്പോഴേക്കും കേരളത്തിൽ ഏതാണ്ട് 32% ആളുകളോളം സിനിമ തിയേറ്ററിൽ പോയി കാണുന്നതിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുന്നു എന്നാണ് കണക്ക്. ഇത് അവിടെ നിൽക്കുമ്പോൾ തന്നെ 2020 നമുക്കറിയാം കോവിഡ് ബാധിക്കുകയും കോവിഡ് മൂലം കേരളത്തിലെ ടോക്കീസുകളെല്ലാം, തിയേറ്ററുകളെല്ലാം അടഞ്ഞു പോവുകയും ചെയ്തൊരു ഘട്ടത്തിൽ അതിനുശേഷം നമ്മൾ OTT പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലേക്ക് സിനിമ മാറുന്നൊരു ഘട്ടം നമ്മൾ കണ്ടതാണ്. ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യം, ഇന്ത്യ പോലെയുള്ളൊരു രാജ്യത്ത്, ഇന്ത്യയിൽ മാത്രം, അതായത് 2024 അവസാനിക്കുമ്പോൾ അതിൻ്റെ ഒരു കണക്ക് ഏതാണ്ട് $23,000 കോടി വിറ്റുവരവാണ് OTT സ്ക്രീൻ എന്ന് പ്രതീക്ഷിക്കുന്നത്. 2026 അവസാനിക്കുമ്പോഴേക്കും അത് ട്രില്യൺ എന്നുള്ള അവസ്ഥയിലേക്ക് മാറാൻ പോവുകയാണെന്നുള്ളതാണ്. അപ്പോൾ അതിനകത്തുണ്ടാകുന്ന ഒരു മെച്ചം ഒരുപക്ഷെ നമുക്ക് കാണാൻ കഴിയുന്നു. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം, വളരെ പ്രധാനപ്പെട്ട സാഹിത്യകൃതികളും വളരെ പ്രധാനപ്പെട്ട
സംവിധായകരെയും ഒക്കെ OTT വളരെ സ്വാഗതം ചെയ്യുന്നു. ഒരു പക്ഷേ എനിക്ക് ഡോക്ടർ ബിജുവിനെ പോലുള്ള ആളുകളെ വളരെ സ്വീകാര്യതയോടുകൂടി OTT ചിലപ്പോൾ സ്വീകരിച്ചെന്ന് വരും. കാരണം അതിപ്പോൾ അവർക്ക് കണ്ടൻറ് ആവശ്യമുണ്ട് വിൽക്കാൻ, അത്രയധികം കണ്ടൻറ്റ് വേണം. അതുകൊണ്ടാണ് ഒരു കാലത്ത് സിനിമയിൽ പരാജയപ്പെട്ടിട്ടുള്ള പല നോവലുകളും, പെട്രോ പരാമോ പോലെയുള്ള നോവലുകൾ സീരീസായി വരുന്നു, അല്ലെങ്കിൽ 100 Years of Solitude പോലെയുള്ള സിനിമകൾ നോവലുകൾ സീരീസായി വരുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ കണ്ടൻറ്റ് ഒരുപാട് ഉള്ളടക്കങ്ങൾ ആവശ്യമായി വരുമ്പോൾ അത് സാഹിത്യത്തിലേക്ക് പോകുന്നു, അത് നാടകത്തിലേക്ക് പോകുന്നു, അത് ചിത്രകലയിലേക്ക് പോകുന്നു, എല്ലാത്തരം ഫിലിം മേക്കേഴ്സിനെയും അവർ സ്വീകരിക്കാൻ തയ്യാറാകുന്നു, ചരിത്രത്തിലേക്ക് പോകുന്നു. ഇപ്പോൾ ക്രൗൺ പോലെയുള്ള സീരീസ് കണ്ട് ബ്രിട്ടീഷ് ഹിസ്റ്ററി മനഃപ്പാടമാക്കി കഴിഞ്ഞ ആളുകളായി നമ്മളുടെ തലമുറ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു എന്താണ് കണ്ടൻറ് വൈസ് ഒരുപക്ഷെ പുതിയ ആളുകൾക്കും ഒക്കെ സ്വീകാര്യത ഇപ്പോൾ ലഭിച്ചേക്കാം. നാളെ ഈ പ്ലാറ്റ്ഫോം ക്യാപിറ്റലിസം എന്ന് പറയുന്ന സംഗതി നാളെ കണ്ടൻറ്റിനെ നിയന്ത്രിക്കില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കണ്ടൻറ്റ് നിയന്ത്രിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ആ സമയമാകുമ്പോഴേക്കും ഏത് തരം കണ്ടൻറ്റാണ് ആളുകളിലേക്ക് എത്തുന്നത് എന്നതിനെക്കുറിച്ചൊരു തീരുമാനമായി കഴിയും. കാരണം നമുക്കറിയാം, നിങ്ങൾ മൊബൈൽ, ഞാനിതിനെ സിനിമ എന്നതിനേക്കാൾ കൂടുതൽ സ്ക്രീൻ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ സ്ക്രീനാണ് ഇപ്പം അതിൻ്റെ ഒരു സ്വഭാവം. നമ്മൾ മൊബൈലിലൊക്കെ തന്നെ നമ്മൾ ഓരോ ദിവസവും കാണുന്ന റീൽസിന് ശേഷം നിങ്ങളെ എത്ര സമയം നിങ്ങൾ മൊബൈലിൽ ഏത് കണ്ടൻറ്റിൽ തങ്ങി നിന്നു എന്നതിനനുസരിച്ചാണ് നിങ്ങൾക്ക് കണ്ടൻറ് പ്രൊവൈഡ് ചെയ്യുക. നമുക്കെല്ലാവർക്കും കണ്ടൻറ് പ്രൊവൈഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ OTTയിൽ നിങ്ങൾ ഏത് സിനിമയാണോ ഏത് തരം സബ്ജക്റ്റുകളാണോ കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് റെഫറൻസ് വരും. അങ്ങനെ OTT കാണുന്ന മുഴുവൻ ആളുകളുടെയും താല്പര്യങ്ങൾ മനസ്സിലാക്കാൻ വളരെ ഈസി ആയിട്ട് കഴിയും എന്നുള്ളൊരവസ്ഥയിലേക്ക് മാറും. അതായത് ആളുകളുടെ ഇമോഷൻസിനെയും കൂടി മനസ്സിലാക്കാൻ കഴിയുന്നൊരവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ആ ഇമോഷൻസിനെ അഡ്രസ്സ് ചെയ്യുന്ന, ആ ഇമോഷൻസിനെ മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്ന കണ്ടൻറ് ഉൽപ്പാദിപ്പിച്ചാൽ മതിയെന്ന് തീരുമാനിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് സിനിമ പോകും. അത് ഒരു വലിയ മാറ്റമായി വരികയാണ്. അപ്പോൾ ഇതിനിടയിൽ മലയാളം പോലെയുള്ളൊരു സിനിമയിൽ എങ്ങനെയാണ് ഈ തലമുറ മാറ്റത്തിൻ്റെ ഒരു സംഗതി പ്രകടമാകുന്നതെന്ന് പറഞ്ഞാൽ അത് ഡോക്ടർ ബിജു പറഞ്ഞതിരുന്നൊരു തുടർച്ചയാണ്. ഒരു പക്ഷേ മുഖ്യധാരാ സിനിമകൾ ഇപ്പോഴും പഴയ രീതിയിൽ, പഴയ ബ്രാഹ്മണ ഹോട്ടലിലെ തൈര് സാദവും വടയും വിൽക്കുന്ന തരത്തിൽ സർവ്വം മായ പോലെയുള്ള സിനിമകൾ ഒരു ഭാഗത്തുകൂടി വരുന്ന അതേ സമയത്ത് തന്നെ എക്കോ പോലെയുള്ള സിനിമകൾക്ക് വേറൊരു സ്പേസ് ഉണ്ടായി വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആർട്ട് ഹൗസ് സിനിമയ്ക്കും മധ്യവർത്തി സിനിമയ്ക്കും ഇടയിലൊരു സ്പേസ് ഉണ്ടാവുകയും അത് ക്രമേണ ഈ മുഖ്യധാരാ സിനിമയിലേക്ക് അതിക്രമിച്ച് കടക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ ആ സ്പേസ് പിടിച്ചടക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടായി വരുന്നു. അതൊരു പ്രധാനപ്പെട്ട, മാത്രമല്ല ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നൊരു സംഗതിയിൽ അതിൻ്റെ ഒരു ക്രാഫ്റ്റിലേക്ക് കൂടുതൽ ശ്രദ്ധ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അത് പ്രധാനമായും ഒരുപക്ഷെ വേറൊരു ഘട്ടത്തിൽ അത് വിശദമായി സംസാരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. സിനിമയുടെ വിഷയ സ്വീകരണത്തിൽ, സിനിമയുടെ നരേറ്റ് ആഖ്യാനത്തിൽ ഒരുപക്ഷെ ആർട്ട് ഹൗസ് സിനിമകളൊക്കെ എത്രയോ കാലം, ഇപ്പോൾ ഡോക്ടർ ബിജുവിൻ്റെ അടക്കമുള്ള സിനിമകൾ എത്രയോ കാലമായി റിയലിസ്റ്റിക് സിനിമയ്ക്കുള്ളിൽ, റിയലിസത്തിനുള്ളിൽ ഫിക്ഷനെ പ്ലേസ് ചെയ്യുകയും ഒരു റിയലിസവും ഫിക്ഷനും തമ്മിലുള്ള അതിർവരമ്പുകൾ മായ്ച്ചെടുക്കുകയും ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. പക്ഷേ നമ്മൾ കുമ്പളങ്ങി നൈറ്റ്സ് പോലുള്ള സിനിമ, ജോജി പോലുള്ള സിനിമകൾ കാണുമ്പോൾ മെറ്റാ റിയലിസം എന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നു. അതിന് മുമ്പ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആർട്ട് ഹൗസ് സിനിമയുമായിട്ട് സമരസപ്പെടുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിന് ഇമ്പോർട്ടൻസ് വരുന്നതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ പുതിയ ജനറേഷൻ വരുന്ന, പുതിയ തലമുറ വരുന്ന ആളുകൾ കണ്ട സിനിമ, ഒരുപക്ഷെ ഫെസ്റ്റിവൽ സിനിമ, ലോക സിനിമ അവർക്ക് മുമ്പിൽ തുറന്നു കിട്ടിയതിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ച് ലോകത്തെ ഏറ്റവും മികച്ച സിനിമ, ഇതൊക്കെ കണ്ടതിൻ്റെ ശീലം കൊണ്ട് സിനിമയുടെ ഗ്രാമറിൽ, നരേറ്റീവിൽ, സിനിമയുടെ ക്രാഫ്റ്റിലൊക്കെ ഒരു മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. മലയാള സിനിമ വന്നു തുടങ്ങിയെന്ന് വളരെ കാര്യമായി തന്നെ വന്നു. പ്രത്യേകിച്ച് കോവിഡ് അനന്തരകാലത്ത് മലയാള സിനിമയുടെ ക്രാഫ്റ്റ് ഡ്രാസ്റ്റിക് ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. പ്രമേയത്തിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. പ്രമേയം നമുക്ക് ഒരുപക്ഷെ അടുത്ത റൗണ്ടിലൊക്കെ വളരെ വിശദമായി ചർച്ച ചെയ്ത് പോകാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു മാറ്റം നമ്മൾ നോക്കുമ്പോൾ കോവിഡിന് മുമ്പുള്ള സിനിമയും കോവിഡ് അതായത് 2015 ഒരു കാലമായിട്ട് എടുത്താൽ 2015 മുമ്പുള്ള സിനിമയും 2015 മുതൽ ആരംഭിക്കുന്ന ഒരു മാറ്റത്തിൻ്റെ ഒരു കാലം നമ്മുടെ സിനിമയിൽ പ്രകടമാകുന്നുണ്ടെന്ന് നമുക്ക് പറയാം. ഇപ്പോൾ പഴയ മാതിരിയുള്ള സിനിമകൾ വളരെ ആളുകൾ കാണുന്നു, തിയേറ്ററിൽ പോയി ഉള്ളപ്പോൾ പോലും ആ സിനിമയോടുള്ള ക്രിറ്റിസിസം നമ്മൾ കണ്ടാൽ അറിയാം. അതൊരു ട്രോൾ വിഭാഗത്തിലേക്ക് പോകും. ഇപ്പോൾ സർവ്വമായ പോലുള്ള സിനിമയോ അല്ല മോഹൻലാൽ സമീപകാലത്ത് അഭിനയിച്ചിട്ടുള്ള ഭൂമി ഒഴിപ്പിക്കാൻ വരുന്ന സിനിമകൾക്ക് ട്രോൾ മൂവിയായിട്ടാണ്, ഒരു സ്പൂഫ് മൂവിയായിട്ടാണ് അവരത് വിചാരിച്ചാലും ഇല്ലെങ്കിലും ആളുകൾ അതിനെ എടുക്കുക എന്നുള്ളത്. ആ നിലയ്ക്കും കൂടി അതിനെ കാണാൻ വ്യത്യസ്തമായി കാണാൻ പുതിയ തലമുറ ശീലിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ നിലയ്ക്കൊരു മാറ്റമുണ്ട് എന്ന് ഞാൻ കരുതുന്നു. വളരെ നന്ദി. ഒരു ഫോക്കസ് ചേഞ്ച് ഉണ്ട് എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പം ജയകുമാർ സംസാരിച്ച് അവസാനിപ്പിക്കുന്നത്. ഇവിടെ രണ്ടുപേരോടും ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഞാൻ എടുക്കുന്ന ഒരു നിലപാട് ഡോക്ടർ ബിജുവിനോട് ഫിലിം മേക്കർ എന്ന നിലയിൽ ചോദിക്കാം എന്നാണ്. നേരെ തിരിച്ച് വളരെ സൂക്ഷ്മമായിട്ട് സിനിമയെ പഠിക്കുന്ന ആളെന്ന നിലയ്ക്ക് അപ്പുറത്തും ചോദിക്കാം എന്നാണ് വിചാരിക്കുന്നത്. ബിജു ഏറ്റവും ഒടുവിൽ ചെയ്തിട്ടുള്ള സിനിമ നമുക്കൊക്കെ അറിയാവുന്ന പപ്പ ബുക്കയാണ്.
പപ്പുവ ന്യൂഗിനിയിലെ ആദ്യത്തെ സിനിമ എന്ന നിലയ്ക്കോ ഭാഷ സംസാരിക്കുന്ന സിനിമ എന്നുള്ള നിലയ്ക്കോ ഒക്കെ വളരെ വളരെ പ്രസക്തമായൊരു സിനിമ നമ്മുടെ IFFKയിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു. നിങ്ങൾ കണ്ടു കാണും. മലയാള സിനിമ വളരെയേറെ കാലം മാറ്റിവെച്ചിരുന്ന വിഷയങ്ങൾ, ഒരുപക്ഷെ ജാതി അടക്കമുള്ള, ഭൂമിയില്ലാത്തവരുടെ പ്രശ്നങ്ങളടക്കമുള്ള ധാരാളം വിഷയങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ റിയലിസവും ഫിക്ഷനുമൊക്കെ വളരെ സമർത്ഥമായി ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ലാസ്റ്റ് ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് ഈ മറ്റൊരു നേഷൻ, മറ്റൊരു ദേശം, മറ്റൊരു ഭൂപ്രകൃതി മലയാളത്തിൽ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണോ, അതോ എന്താണ് ഡോക്ടർ ബിജുവിന് സിനിമ എന്ന അർത്ഥത്തിലാണ് എൻ്റെ ചോദ്യം. അതെനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ 20 വർഷമായിട്ട് സിനിമ ചെയ്തിട്ട് ഞാൻ പഠിച്ചൊരു പാഠം, ചെയ്യുന്നത് മലയാള സിനിമയാണെങ്കിലും ആ സിനിമകൾ അംഗീകരിക്കപ്പെടുന്നതും സിനിമകൾ ചർച്ച ചെയ്യപ്പെടുന്നതും സിനിമകൾ കാണുന്നതും മലയാളത്തിന് പുറത്താണ് കൂടുതൽ എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് അത് മലയാളമാണോ ഏത് ഭാഷയാണോ എന്നുള്ളതൊരു പ്രശ്നമല്ല. അവരെ സബ്ടൈറ്റിലാണ് ആ സിനിമകൾ കാണുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ വിഷ്വലിലാണ് ആ സിനിമകൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നത് ഏത് ഭാഷ എന്നുള്ളതൊരു പരിമിതിയായിട്ട് അതിനെ കാണേണ്ടതില്ല. ഏത് രാജ്യത്തെ സിനിമകളും നമുക്ക് ചെയ്യാം, ഏത് ഭാഷയിലുള്ള സിനിമകളും ചെയ്യാം. അപ്പോൾ ഇതിനു മുമ്പും ഇംഗ്ലീഷ് ഭാഷയിൽ സിനിമ ചെയ്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഒരു പഹാഡി ഭാഷയിൽ സൗണ്ട് ഓഫ് സൈലൻസ് എന്ന് പറയുന്ന സിനിമ ഹിന്ദി പഹാഡി ഭാഷയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് ഭാഷകളിൽ നേരത്തെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇത് പക്ഷേ ഒരു എന്താ പറയുക, നമ്മുടെ മലയാള സിനിമ അധികം പിന്നെ ഇതിപ്പോൾ സിനിമ മലയാളം എന്ന് പറയാൻ പറ്റില്ല, മറ്റു ഭാഷയാണെങ്കിൽ പോലും നമ്മൾ മലയാളി ഫിലിം മേക്കേഴ്സ് എന്നുള്ള രീതിയിൽ ഈ ഒരു കോപ്രൊഡക്ഷൻ്റെ സാധ്യതകൾ നമ്മളധികം ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ ഈ നമ്മൾ ഈ ഫോക്കസ് ഷിഫ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റുള്ള സ്ഥലങ്ങളിലുള്ള ആർട്ട് ഹൗസ് സിനിമകൾ. ഇപ്പോൾ ഇന്ത്യക്കകത്ത് തന്നെയുള്ള മറ്റ് പല സ്ഥലങ്ങളിലെ ആർട്ട് ഹൗസ് സിനിമകൾ ഇപ്പോൾ ഉണ്ടാകുന്നതെന്ന് പറയുന്നത് ഒരു കോപ്രൊഡക്ഷനിലാണ്. 3-4 രാജ്യങ്ങളുടെയൊക്കെ കോപ്പറേഷനാണ്. ഇപ്പോൾ പായൽ കബാഡിയുടെ സിനിമ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഓൾ വി ഇമാജിനസ് ലൈറ്റ്. ആ സിനിമ തന്നെ 5 രാജ്യങ്ങളുടെ കോപ്പറേഷനാണ്. അപ്പോൾ ആസാമിൽ നിന്നിപ്പോൾ ഉണ്ടാകുന്ന സിനിമകൾ, മേഘാലയയിൽ നിന്നിപ്പോൾ പ്രദീപ് കുർബയുടെ സിനിമ ഉണ്ടായിട്ടുണ്ട്. ആ സിനിമയൊക്കെ എന്ന് പറയുന്നത് 2-3 രാജ്യങ്ങളുടെ കോപ്പറേഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ട് മലയാളി ഫിലിം മേക്കേഴ്സിന് ഉപയോഗപ്പെടുത്തിക്കൂടാ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു കോപ്പറേഷൻ സാധ്യത ഒത്തുവന്നുകൊണ്ടാണ് പപ്പുവ ന്യൂഗിനിയിൽ നിന്നൊരു എന്താ പറയുക ഒരു കോപ്പറേഷൻ സാധ്യത അവരിങ്ങോട്ട് ചോദിച്ചപ്പോഴാണ് അത് മലയാളത്തിൽ ചെയ്യുന്നതിനെക്കാട്ടിലും അത് അവരുടെ കൾച്ചറിനെ കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അവരുടെ രാജ്യത്ത് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് എന്ന് തോന്നിയത്. അപ്പോൾ അതനുസരിച്ചിട്ടാണ്, അത് അവരുടെ ഒരു സ്റ്റോറിയാണ്. പക്ഷേ നമ്മൾ ഏത് ഭാഷയിൽ കഥ പറയുമ്പോഴും ആ കഥയിലെ നമ്മുടെ നറേഷനിൽ വ്യത്യാസം വരുന്നില്ല. അത് അവിടുത്തെ ട്രൈബൽ ആളുകളുടെ കഥയാണ്, അവരുടെ വാർ ഹിസ്റ്ററിയാണ്, അവർ ഇൻഡിജിനസ് പീപ്പിൾ അല്ലെങ്കിൽ ആദിവാസി ജനത എങ്ങനെയാണ് അവരുടെ അല്ലാത്ത ഒരു യുദ്ധത്തിൽ പങ്കാളി. ഇപ്പോൾ 2ാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത് പപ്പുവ ന്യൂഗിനിയെ സംബന്ധിച്ചിടത്തോളം അതിനകത്തൊരു പാർട്ടിയല്ല, അവരെ ഒരു രാജ്യത്തിൻ്റെയും പിന്നെ കക്ഷിയല്ല. യുദ്ധം നടന്നത് മറ്റ് രാജ്യങ്ങൾ തമ്മിലാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യേണ്ടി വന്ന രാജ്യങ്ങളിലൊന്നാണ് പപ്പുവ ന്യൂഗിനി. അതുപോലെ തന്നെയാണ് ഇന്ത്യയും. അന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. 2ാം ലോക മഹായുദ്ധ സമയത്ത് ഇന്ത്യ ബ്രിട്ടീഷ് റൂളിലാണ്. പക്ഷേ ഇന്ത്യൻ പട്ടാളക്കാരെ ബ്രിട്ടീഷുകാരുടെ കൂടെ പല രാജ്യങ്ങളിൽ യുദ്ധം ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയെ ബാധിക്കാത്ത ഒരു യുദ്ധത്തിൽ, അല്ലെങ്കിൽ ഇന്ത്യക്ക് യാതൊരു പാർട്ടിയുമില്ലാത്തൊരു യുദ്ധത്തിൽ ഇന്ത്യൻ പട്ടാളക്കാർ പോയി പലയിടത്തും മരിച്ചിട്ടുണ്ട്. അതുപോലെ പപ്പുവ ന്യൂഗിനിയേക്കും വന്നിട്ടുണ്ട്. പപ്പുവ ന്യൂഗിനിയിൽ പോയി ഇന്ത്യൻ പട്ടാളക്കാർ മരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റോറിയാണത് അതൊരു ഹിസ്റ്ററിയിൽ ഒരുപക്ഷെ അങ്ങനെ രേഖപ്പെടുത്താത്തൊരു ഇതാണ്. ഈ നമ്മൾ പലപ്പോഴും സിനിമകൾ എടുക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ അദൃശ്യമാക്കപ്പെടുന്ന ചില മനുഷ്യരുണ്ട്, ചരിത്രങ്ങളുമുണ്ട്. അപ്പോൾ അവരെ ദൃശ്യമാക്കുക എന്നുള്ളത് കൂടി ഒരു ആർട്ടിൻ്റെ ഒരു ഡ്യൂട്ടിയായിട്ട് ഞാനത് തോന്നുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ മുത്തങ്ങ സമരം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. നരിവേട്ട വന്നതോടുകൂടി മുത്തങ്ങ സമരം ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഏത് രീതിയിലാണ് ചർച്ച ചെയ്യുന്നതെന്നുള്ളൊരു ചോദ്യമാണ്. ആ സമരത്തെ എങ്ങനെയാണ് ആ സിനിമ അഡ്രസ്സ് ചെയ്യുന്നതെന്നുള്ളൊരു ചോദ്യമാണ്. ആ സമരത്തെ ഒരു എന്താ പറയുക, ഒരു കാൽപ്പനികവൽക്കരിച്ചിട്ട് മറ്റൊരു തരത്തിൽ അതിലെ ജാനു എന്ന് പറയുന്ന കഥ, പിന്നെ ഒരു റിയൽ ഹീറോയോ ഗീതാനന്ദൻ എന്ന് പറയുന്ന ഒരു റിയൽ ഹീറോയോ ഒന്നും അതിനകത്ത് വരുന്നില്ല. ആ സിനിമയുടെ മൊത്തം എലമെൻറ്റ് മാറി. പക്ഷേ നമ്മൾ മുത്തങ്ങ സമരത്തെപ്പറ്റി ചർച്ച ചെയ്യുന്നു. മുത്തങ്ങ സമരം മറ്റേതെങ്കിലും സിനിമകളിൽ അങ്ങനെ ഒരു റിയൽ ഇതായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ മലയാളത്തെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിലുണ്ടായിട്ടുള്ള പല ഭൂസമരങ്ങളും പല ആദിവാസി സമരങ്ങളും അതല്ലെങ്കിൽ പല കുടിയൊഴിപ്പിക്കപ്പെടലുകളും ഒക്കെ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മലയാളത്തിൽ തന്നെ സിനിമകൾക്ക് ഒരു പ്രമേയമായി വന്നിട്ടുള്ളത് വളരെ അപൂർവമാണ്.
അപ്പോൾ അത്തരത്തിൽ അദൃശ്യമാക്കപ്പെടുന്ന മനുഷ്യന്മാരുണ്ട്, അദൃശ്യമാക്കപ്പെടുന്ന ചരിത്രമുണ്ട്. അപ്പോൾ അതൊക്കെ സിനിമകളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതൊരു ഡ്യൂട്ടിയാണ്. അത് എനിക്ക് തോന്നുന്നു ഈ ഭാഷയുടെ അതിർത്തി മറികടന്ന് പപ്പ ന്യൂഗിനിയിലും അത് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഒത്തു വന്നപ്പോൾ അത്തരത്തിലൊരു സബ്ജക്റ്റ് എടുക്കാം എന്നാണ് വിചാരിച്ചത്. അതല്ലാതെ മലയാളത്തിലെ അങ്ങനെ ഒരു സംഗതിയൊന്നുമല്ല. ഓക്കെ, ഞാൻ സാറിന് എന്താണ് സിനിമ എന്നൊരു ചോദ്യം കൂടി അതിൻ്റെ അനുബന്ധമായിട്ടുണ്ട് വരാം. ജയകുമാറിനോടാണ്. ഒരുപക്ഷെ ജയകുമാർ പഠിച്ച സമയത്ത്, സിനിമയെക്കുറിച്ച് എഴുതിയ സമയത്തൊക്കെ കൂടുതൽ ഗൗരവത്തിൽ പറഞ്ഞൊരു കാര്യം മലയാള സിനിമ എത്രയോ കാലമായിട്ട് പല വിധത്തിൽ പിന്തുടർന്നു പോരുന്ന വരേണ്യതയെക്കുറിച്ചാണ്. അത് താരശരീരങ്ങളെ നിർമ്മിക്കുന്നതിൽ, ജാതിയെ നേരിട്ട് അഭിസംബോധന ചെയ്യാത്തതിൽ, അതിന് പകരം സാമ്പത്തിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ, അതേ സമയത്ത് തന്നെ വളരെ സവർണ ശരീരങ്ങളെ കേന്ദ്രസ്ഥാനത്ത് നിർത്തുന്നതിൽ, സ്ത്രീയെ മാറ്റി നിർത്തുന്നതിൽ, ദലിതരെ മാറ്റി നിർത്തുന്നതിൽ, ഇങ്ങനെ വലിയൊരു തുടർച്ച. ഒരുപക്ഷെ ആ പഠനങ്ങളിൽ ജയകുമാർ ഒരുപക്ഷെ നമ്മൾ വളരെ നിഷ്പക്ഷമായിട്ടൊക്കെ ആരാധിക്കുകയും കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ആളുകളെ വരെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നുണ്ട്. ഇപ്പോൾ പത്മരാജൻ്റെ സിനിമകളെ വരെ എങ്ങനെയാണ് പത്മരാജൻ്റെ സിനിമകൾ പിന്നീട് ഐ വി ശശിയുടെയും രഞ്ജിത്തിൻ്റെയും സിനിമകളിലേക്കുള്ള ഒരു ചവിട്ടുപടിയാകുന്നത് എന്നൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഈ ഫോക്കസ് മാറുന്നുണ്ട് എന്നും അത് ഒരുപക്ഷെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നും ഒരു തലമുറ മാറ്റമായിട്ട് അതിനെ കാണുന്നു എന്നും നേരത്തെ പറഞ്ഞ് നിർത്തിയെടുത്താണ് എൻ്റെ ചോദ്യം. ആ മാറ്റത്തിൽ, ആ ഷിഫ്റ്റിൽ ഈ വിധത്തിലുള്ള പ്രതിലോമതകൾക്ക് എന്തെങ്കിലും ഒരു ഇടിവ് വരുന്നതായിട്ടോ ചോദ്യം ചെയ്യപ്പെടുന്നതായിട്ടോ തോന്നുന്നുണ്ടോ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു 2015 മുമ്പ് നമുക്ക് ഈ കാര്യങ്ങളെ അടർത്തിയെടുക്കുക എന്നത് വളരെ എളുപ്പമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതിനുശേഷം സംഭവിക്കുന്നൊരു കാര്യം, ഒരുപക്ഷെ ഫിലിം മേക്കേഴ്സ് അടക്കമുള്ള ആളുകൾക്ക് ഒരു കൺഫ്യൂഷനിലൂടെ കടന്നു പോകുന്നുണ്ട്. അവർ എന്തൊക്കെ പറയാം, എന്തൊക്കെ പറയാൻ പാടില്ല എന്ന ഒരു വിവേചനക്ഷമത അവർക്കുണ്ടാവുകയും അതിൽ നിന്ന് പുറത്തു വരുന്ന ചില ആലോചനകൾ ഉണ്ടാവുകയും അത് വീണ്ടും വീണ്ടും ഒരേ സിനിമയ്ക്കുള്ളിൽ തന്നെ നമ്മൾ പറയുന്നത് പോലെ അവരുടെ കൺഫ്യൂഷൻ പൂർണ്ണമായി, ഇപ്പോൾ ഇഷ്ക് പോലുള്ളൊരു സിനിമ എടുത്താൽ അതിൽ പൂർണ്ണമായും കൺഫ്യൂഷനാണ്. അത്തരത്തിലൊരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു നമ്മുടെ ഒരു സിനിമയിൽ നമ്മൾ ഏത് രീതിയിലാണ് പറയേണ്ടത് എന്ന ഒരു ആലോചനയെ ഒരു തരത്തിൽ നമുക്ക് ഈ കൺഫ്യൂഷനിലേക്ക് എത്തിക്കാൻ ഒരു പക്ഷേ കഴിഞ്ഞത് ഈ കാലത്തെ വലിയ മാറ്റങ്ങളിലൊന്നാണ്. മുമ്പ് വളരെ ഒരു സംശയവുമില്ലാത്ത രീതിയിൽ തന്നെ ഈ സവർണത അല്ലെങ്കിൽ അത്തരം ജാതീയത പ്രകടിപ്പിക്കാമായിരുന്നു. എന്നാൽ സമൂഹം ആ ജാതീയത പ്രകടമാവുകയും ചെയ്തിട്ടുണ്ട്. അതായത് എനിക്ക് തോന്നുന്നത് 2000 മുമ്പ് വരെ, 1990കൾക്കൊക്കെ മുമ്പ് വരെ ഉറപ്പായും കേരളത്തിൽ ഒരു നായർ മാട്രിമോണി ഉണ്ടാവാൻ സാധ്യതയുണ്ടായിരുന്നില്ല, ഈഴവ മാട്രിമോണി ഉണ്ടാവാൻ സാധ്യതയുണ്ടായിരുന്നില്ല. പകരം വേറെ ചില പേരിടും, ഗുരുവായൂരപ്പൻ മാട്രിമോണി എന്നോ ഒക്കെ അങ്ങനെയുള്ള ചില പേരിട്ടുണ്ട് വരും. പക്ഷേ പ്രത്യക്ഷത്തിൽ ഇത് പറയുന്നത് മോശമാണ് എന്ന് കരുതുന്ന ഒരു മനോഭാവമെങ്കിലും നിലനിന്നിരുന്നു. ഇപ്പം അത് ഒരു കണക്കിന് ഞാൻ കാണുന്നത് അത് നല്ലതാണ്. നമുക്ക് എൻകൗണ്ടർ ചെയ്തുകൊണ്ട് നേരിട്ട് കൊണ്ട് മാത്രമേ നമുക്കിതിനെ മറികടക്കാൻ, ഒളിച്ചു വെച്ചുകൊണ്ട് മറികടക്കാൻ കഴിയുന്നില്ല. പക്ഷേ സിനിമയിലേക്ക് വരുമ്പോൾ ഈ ഉദാഹരണത്തിന് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ഇപ്പോൾ നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ പോലൊരു സിനിമ എടുക്കുക. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ പോലൊരു സിനിമയിൽ ഈ സവർണതയുടെയും സ്ത്രീവിരുദ്ധതയുടെയും ഒക്കെ ഒരു എലമെൻറ്റ് ചർച്ച ചെയ്ത സിനിമയാണ്. ആ സിനിമ പ്ലേസ് ചെയ്യുന്ന സന്ദർഭം വളരെ പ്രധാനപ്പെട്ട കോവിഡ് കാലത്താണ്. നമ്മൾ വീട്ടിലെല്ലാവരും ഒരുമിച്ചിരുന്നാണ് ആ സിനിമ കണ്ടത്. എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈസൊക്കെ ഉള്ളൂ ആ കാലമാകുമ്പോഴേക്കും. അപ്പോൾ ഒരുമിച്ചിരുന്ന് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ആ സിനിമയെക്കുറിച്ചുണ്ടായ വീടുകളിലുണ്ടായ പ്രധാനപ്പെട്ട ചർച്ചകളിലൊന്ന്, പലരോടും സംസാരിക്കുമ്പോൾ ഒന്ന്, ആ സിനിമ അത്ര പോരാ, അത് നന്നായി ഒന്ന് എഡിറ്റ് ചെയ്യുകയായിരുന്നു, ഒരു നല്ല ഷോർട്ട് ഫിലിം ആക്കാമായിരുന്നു എന്ന തരത്തിലുള്ള ചർച്ചകൾ വരുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു സിനിമ മുന്നോട്ട് വയ്ക്കുന്ന പ്രമേയത്തെ ഭയപ്പെട്ട് തുടങ്ങിയൊരു കാലമുണ്ടായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലെങ്കിൽ ആ പ്രമേയം ആ രീതിയിൽ ചർച്ച ചെയ്യുന്നതിനെ മറികടക്കാൻ നമ്മൾ അവിടെ സിനിമയുടെ സാങ്കേതിക സംവിധാനങ്ങൾ ഈ രീതിയിൽ മാറിയാൽ നന്നായിരുന്നു എന്നൊരു ചർച്ച ഉയർത്തിക്കൊണ്ടുവന്നു. ആ സിനിമയെക്കുറിച്ച് ഞാൻ അധികവും കേട്ട പ്രധാനപ്പെട്ട ചർച്ചകളിലൊന്ന്, ആ സിനിമ നന്നായി എഡിറ്റ് ചെയ്തിരുന്നുവെങ്കിൽ നന്നായിരുന്നു. കാരണം പാത്രം കഴുകുന്നതും സിങ്കിൽ വെള്ളം കിടക്കുന്നതൊക്കെ ഒരുപാട് തവണ ആവർത്തിക്കുന്നു, അത് എഡിറ്റ് ചെയ്യാമായിരുന്നു എന്ന് പറയുന്നൊരു സംഗതിയാണ് ഉണ്ടാകുന്നത്. മറ്റൊരു സംഗതി ഞാനിത് പറഞ്ഞു. അപ്പോൾ കുടുംബത്തിൽ ഒരുമിച്ചിരുന്ന് ആളുകൾ ഇത്തരം വിഷയങ്ങൾ നേർക്കുനേർ കാണേണ്ടി വന്നപ്പോൾ വീട്ടിനുള്ളിലുണ്ടായിരുന്ന പുരുഷൻ്റെ അഭിമാനത്തിന് ക്ഷതമേറ്റു എന്നത് ചെറിയൊരു കാര്യമല്ല സിനിമ ഉണ്ടാക്കിയത്. അതൊരു പക്ഷേ സിനിമയ്ക്ക് മാത്രം ഉണ്ടാക്കാൻ കഴിഞ്ഞ കാര്യവുമാണ് ഉള്ളിൽ. അത് എത്രത്തോളം അത് പിന്നീട് ചർച്ചയാവും എന്നുള്ളത് വേറെ കാര്യം. മറ്റൊന്ന് കാതൽ പോലുള്ള സിനിമ സൃഷ്ടിച്ചിട്ടുള്ള ഒന്നാണ്. പിന്നൊന്ന് സാറ എന്ന് പറഞ്ഞൊരു സിനിമ, സൈറ എന്ന് തോന്നുന്നു, ഒരു സിനിമയിൽ
ഒരു പെൺകുട്ടി പറയുന്നുണ്ട് എനിക്ക് ഗർഭം ധരിക്കേണ്ടതില്ല, വിവാഹം താല്പര്യമില്ല, വിവാഹിതയായാലും ഗർഭം ധരിക്കേണ്ടതില്ല എന്നൊരു പെൺകുട്ടി പറയുന്ന സന്ദർഭമുണ്ട്. ഒരു പക്ഷേ ഒരു കൊമേഴ്ഷ്യൽ സിനിമയുടെ സ്പേസിൽ നിന്ന് അത് വിളിച്ചു പറയുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത് എന്നത് വലിയൊരു സാധ്യതയാണ്. പക്ഷേ ഒരു പ്രശ്നം അവിടെ കൊമേഴ്ഷ്യൽ സിനിമ തന്ത്രപരമായി, അതാണ് ഞാൻ പറഞ്ഞത്, ഇത് പറയുമ്പോൾ തന്നെ സിനിമ ഉപയോഗിക്കുന്ന ഒരു തന്ത്രം നിങ്ങൾ മനസ്സിലാക്കൂ. ആ കുട്ടിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആ കുട്ടിയുടെ അച്ഛനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായി മാറാൻ നിങ്ങളുടെ അച്ഛൻ സന്നദ്ധനായിരിക്കുന്ന പെൺകുട്ടികളുടെ അമ്മ നിങ്ങളെ വീണ്ടും വീണ്ടും പാരമ്പര്യത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരാളുമാണ്. ഇത് നമുക്ക് വിസിബിൾ അല്ല. മറിച്ച് ഈ പെൺകുട്ടിയുടെ റാഡിക്കലായിട്ടുള്ള ചിന്ത, എനിക്ക് എൻ്റെ ഗർഭത്തെക്കുറിച്ചായാലും പ്രണയത്തെക്കുറിച്ചായാലും ലൈംഗികതയെക്കുറിച്ചായാലും തുറന്നു പറയുന്ന പെൺകുട്ടി എന്നതാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ആ കുട്ടി തുറന്നു പറയുന്നത് അച്ഛനോടാണ്. അതൊരു അപകടകരമായ പൊസിഷനായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അച്ഛന് ഒരിക്കലും സുഹൃത്താകാൻ കഴിയില്ല. സുഹൃത്ത് എന്നത് വേറൊരാൾ തന്നെയാണ്. ആ സുഹൃത്തിനെ റദ്ദു ചെയ്യുകയും പകരം അച്ഛൻ ഒരു രക്ഷാധികാരി സുഹൃത്തായി മാറുകയും ചെയ്യുന്ന ഒരു ഇമോഷണലായിട്ടുള്ള ഒരു സ്ഥലം സിനിമ നിർമ്മിച്ചെടുക്കുന്നു. അങ്ങനെ ഒരുപാട് അച്ഛൻ സുഹൃത്തുക്കളുടെ ഭാരത്താൽ വീർപ്പ് മുട്ടുന്ന ഒരു ജനതയായി അല്ലെങ്കിൽ കാലമായി നമ്മുടെ ഇത് മാറുന്നുണ്ട്. അത്തരം അച്ഛൻ സുഹൃത്തുക്കളെ ആവശ്യമുണ്ടോ എന്ന് പെൺകുട്ടികളും ആൺകുട്ടികളും തീരുമാനിക്കേണ്ടതാണ്. കാരണം അച്ഛൻ തന്നെയാണ്, സുഹൃത്ത് മറ്റൊരാളാണ്. പക്ഷേ ഇങ്ങനെ ഒരു ഇമോഷണൽ സ്പേസ് തകരുന്ന കുടുംബത്തിനുള്ളിൽ വേറൊരു ഇമോഷണൽ സ്പേസ് സ്ഥലമുണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പുതിയൊരു പുരുഷാധിപത്യം, അത് വളരെ ലിബറലാണെന്ന് തോന്നുന്ന രീതിയിൽ കടന്നു വരുന്നു എന്നുള്ളതാണ് മറ്റൊരു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് മുൻപത്തേതിനേക്കാൾ കുറച്ചുകൂടി സങ്കീർണമായിട്ടാണ് സ്ഥാനപ്പെടുന്നത് എന്നുള്ളതിനാൽ കുറച്ചുകൂടി നമുക്ക് സൂക്ഷ്മത, ആലോചന ആവശ്യമായി വരുന്നു എന്നുള്ളത്. ഒരു പക്ഷേ ഒരു ആർട്ട് ഹൗസ് സിനിമ, ഇപ്പോൾ ഡോക്ടർ ബിജുവിനെ പോലുള്ള ഒരാൾ സിനിമ എടുക്കാൻ പോകുമ്പോൾ അദ്ദേഹം പുലർത്തുന്ന ഒരു സാമൂഹ്യ അവബോധത്തിൽ നിന്നുകൊണ്ടാണ് ഒരു സംഗതിയെ സമീപിക്കുക. ഒരു സാമൂഹ്യ അവബോധം ഒരു ചലച്ചിത്രകാരന് വളരെ പ്രധാനമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ചലച്ചിത്രകാരന്മാർക്കും അത് പ്രധാനമല്ല എന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് അവർ ഒരു വിഷയത്തെ കാണുന്ന രീതിക്ക് വ്യത്യാസമുണ്ട്. കാരണം ഇതൊരു കൊമേഴ്ഷ്യൽ സിനിമ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു ക്യാപിറ്റലിസ്റ്റ് ആർട്ട് ഫോം എന്നുള്ള നിലയിൽ ഒരു ബിസിനസ്സിനെ മുഖ്യമായി കാണുമ്പോൾ അവിടെ ഏത് രീതിയിൽ നമ്മുടെ കണ്ടൻറ്റ് ജനങ്ങളിലേക്ക് കൊടുക്കണം എന്നത് വളരെ പ്രധാനമായി മാറുന്നു. ഇപ്പോൾ കാതൽ പോലൊരു സിനിമയിൽ നമുക്ക് ഇത്തരമൊരു പ്രമേയം നമ്മൾ ഗൗരവമായി എടുക്കുന്നത് ഒരു പക്ഷേ മമ്മൂട്ടി എന്ന് പറയുന്ന താരത്തിൻ്റെ ഫോക്കസ് ഷിഫ്റ്റിനെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടാണ്. മറിച്ച് ആ സിനിമ മുന്നോട്ട് വെച്ച പ്രമേയത്തേക്കാൾ കൂടുതൽ മമ്മൂട്ടി എന്ന താരത്തിൻ്റെ ശരീരം ഉപേക്ഷിച്ച് മറ്റൊരു ശരീരത്തിലേക്ക് പരകായം ചെയ്യാൻ അയാൾ എടുക്കുന്ന അധ്വാനത്തെക്കുറിച്ചാണ് നമ്മൾ പ്രകീർത്തിക്കുന്നത്. അപ്പം ഇതിൻ്റെ നമ്മൾ പറയുന്ന ഫോക്കസ് മാറിപ്പോകുന്നുണ്ടെന്ന് തന്നെയാണ് അർത്ഥം. നന്ദി. ഡോക്ടർ ബിജുവിലേക്ക് തന്നെ ഞാൻ വീണ്ടും വരികയാണ്. നമ്മൾ സമകാലത്ത് ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, അദ്ദേഹം സിനിമകൾ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേയേറെ വർഷമായി. എത്ര പേര് അത്തരം സിനിമകൾ കാണാൻ പറ്റുന്നുണ്ടെന്നുള്ളൊരു പ്രശ്നമുണ്ട്. എനിക്ക് തോന്നുന്ന ആ കാര്യത്തിൽ എനിക്ക് അദ്ദേഹത്തോട് വിമർശനമുണ്ട്. അതിന് നമ്മുടെ സിസ്റ്റം പര്യാപ്തമല്ല എന്ന് പറഞ്ഞാലും തിയേറ്ററുകൾ പര്യാപ്തമല്ല എന്ന് പറഞ്ഞാലും ഇപ്പോഴത്തെ ഒരു OTT കാലത്ത് അങ്ങനെ പറയുന്നത് ശരിയല്ല. അങ്ങനെ പറഞ്ഞിട്ട് കാണാനുള്ള അവകാശം നമുക്കുണ്ട്. ഒരുപക്ഷെ ഇന്ന് മലയാളത്തിൽ സാറ് പറഞ്ഞ പോലെ തന്നെ മലയാളത്തിൽ നിന്ന് മറ്റ് രാഷ്ട്രങ്ങളോ മറ്റ് ഫിലിം മേക്കേഴ്സോ ഫെസ്റ്റിവലുകളോ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുന്ന പേരുകളിലൊന്ന് ഡോക്ടർ ബിജുവിൻ്റെയാണ്. അതൊരു ചെറിയ കാര്യമല്ല, അതിനകത്ത് വലിയൊരു അധ്വാനമുണ്ട്. അപ്പോൾ അത് അദ്ദേഹം ഏതെങ്കിലും രാഷ്ട്രത്തിന് വേണ്ടി ചെയ്യുന്ന സിനിമയല്ല, നമുക്ക് വേണ്ടി ചെയ്യുന്ന സിനിമയാണ്, നമ്മൾ കൂടി കാണേണ്ട സിനിമയാണ്. ഒരു പക്ഷേ അതിൻ്റെ പ്രമേയമൊക്കെ എടുത്തു നോക്കിയാൽ ഭൂമിയില്ലാത്തവരുടെ പ്രശ്നങ്ങൾ, നമുക്ക് ഇടയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ പ്രശ്നങ്ങളും നമുക്കിടയിൽ ജീവിക്കുന്ന ആളുകളെക്കുറിച്ചുമാണ് അത് പറയുന്നത്. ഒരുപക്ഷെ അതിലൊരു പ്രതിരോധത്തിൻ്റെ സ്വഭാവം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു വെയിൽമരങ്ങൾ ഒഴികെ മറ്റ് സിനിമകൾ അങ്ങനെയല്ല, കുറച്ചും കൂടി റിയലിസത്തിലേക്ക് ഊന്നുന്നുണ്ട്. വെയിൽമരങ്ങൾ കുറച്ചുകൂടി അതിനെ പ്രതിരോധിക്കാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. എന്തായാലും ആ ഇടപെടലുകൾ വളരെ പ്രധാനമാണ്. ആ ഇടപെടലുകൾ മലയാളത്തിലെ കാണേണ്ടതുണ്ട്. അത് കാണാനുള്ള അവസരം നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന കാര്യത്തിൽ അതിലിനി സർക്കാരിനെ നമുക്ക് സർക്കാരുകളെ പഴിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് നമുക്ക് പല കാര്യത്തിലും അറിയാം. ഒരുപക്ഷെ ഡോക്ടർ ബിജു ഫിലിം മേക്കർ എന്നുള്ള നിലയിൽ എന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഓഡിയൻസിനും നാട്ടുകാർക്കും ബഹുമാനമുള്ള ഒരു പൊസിഷൻ കൂടി വഹിക്കുന്നുണ്ട്. അതൊരു ആക്ടിവിസ്റ്റ് എന്ന നിലയ്ക്കാണ്. കാരണം സിനിമയ്ക്കകത്തുള്ളതും സിനിമയുമായി ബന്ധപ്പെട്ടതുമായ ഒട്ടനവധി വിഷയങ്ങളിൽ ഈ പുതിയ ജനറേഷൻ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ
അവിടെ തമ്പുരാക്കന്മാരെ വെല്ലുവിളിക്കുന്ന ഒരാളെന്ന നിലയിൽ, പറയാനുള്ളത് പറയുന്ന ഒരാളെന്ന നിലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ കൂടി ഈ അദ്ദേഹം നിർവഹിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ ഈ പുതിയ കാല മനുഷ്യരെ സംബന്ധിച്ച്, ഇപ്പോൾ ക്യാമ്പസിലേക്ക് കുട്ടികളെ സംബന്ധിച്ച് അവർ വളരെ കൃത്യത രാഷ്ട്രീയത്തിൻ്റെയൊക്കെ വക്താക്കളാണ്. അവർക്ക് കൃത്യമായ രാഷ്ട്രീയ ബോധ്യങ്ങളുണ്ട്, തീരുമാനങ്ങളുണ്ട്, നിലപാടുകളുണ്ട്. അതിനോട് ചേർന്ന് നിൽക്കാത്തതാണ് പലപ്പോഴും കുറച്ച് പഴയ ആളുകൾ നമ്മുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ മാടമ്പിത്തരം പറയുന്നത്. അതിനെ വെല്ലുവിളിക്കുന്ന, ചോദ്യം ചെയ്യുന്ന, സ്ത്രീ മുന്നേറ്റത്തെ, ദളിത് മുന്നേറ്റത്തെ ഒക്കെ പിറകോട്ടടിക്കുന്ന അത്തരം ധാരാളം സ്റ്റേറ്റ്മെൻറ്റുകൾ വരുമ്പോൾ അതിനെതിരെ നിന്ന് സംസാരിക്കുന്ന ഒരാളെന്ന നിലയിൽ, ഒരു ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ ഒരു സവിശേഷമായ സ്ഥാനം ഡോക്ടർ ബിജുവിനുണ്ട്. ഞാൻ ചോദിക്കുന്നത്, വാസ്തവത്തിൽ ബിജു ഒരു ഫിലിം മേക്കർ എന്ന നിലയിലാണോ, ഒരു ആക്ടിവിസ്റ്റ് എന്ന നിലയിലാണോ ഈ ഇപ്പോഴത്തെ ഒരു മലയാള സിനിമയിലുള്ള ഇടപെടലിനെ കൂടുതൽ പ്രാധാന്യത്തോടെ കാണുന്നത് എന്നതാണ്. ആ ചോദ്യത്തിലേക്ക് വരുന്നതിൻ്റെ കാര്യം, മലയാള സിനിമ മലയാളത്തിൽ ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റു ഭാഷയിൽ അദ്ദേഹം ചെയ്യുന്ന സിനിമകൾ മലയാളത്തിലെ കാണികളെ അഭിമുഖീകരിക്കുന്നതിൽ എന്തുകൊണ്ടാണ് ആ നിലയ്ക്ക് വിമുഖമായിരിക്കുന്നത്? കാരണം താങ്കൾ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകളും താങ്കൾ എടുക്കുന്ന നിലപാടുകളും ആക്ടിവിസവും ഞങ്ങൾക്ക് നേരിട്ട് കിട്ടുന്നുണ്ട്, താങ്കളുടെ സിനിമ ഞങ്ങൾക്ക് നേരിട്ട് കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നു അതൊരു ഞാൻ 15 സിനിമയാണ് ചെയ്തിട്ടുള്ളത് ആക്ച്വലി. അതിൽ ഇപ്പം അവസാനത്താണ് പപ്പ ബുക്ക. അതിൽ 14 ഏതാണ്ടൊരു 10-12 സിനിമകളും ഓപ്പൺ പ്ലാറ്റ്ഫോമുകളിൽ അവൈലബിൾ ആണ് ശരിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഏറ്റവും ലാസ്റ്റ് ചെയ്ത സിനിമ അതിനു മുമ്പ് ചെയ്തത് അദൃശ്യജാലങ്ങളാണ്. അദൃശ്യജാലങ്ങൾ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. അതിനു മുമ്പ് ചെയ്ത വെയിൽമരങ്ങൾ ആമസോൺ പ്രൈമിലുണ്ട്, സൗണ്ട് ഓഫ് സൈലൻസ് ആമസോൺ പ്രൈമിലുണ്ട്, വീട്ടിലേക്കുള്ള വഴിയൊക്കെ ആകാശത്തിനവരൊക്കെ തുടർച്ചയായി സൂര്യ ടി വിക്കാണ് അതിൻ്റെ റൈറ്റ്. അപ്പോൾ അവരത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സിനിമകൾ എൻ്റെ സിനിമകൾ ഭൂരിഭാഗവും അവൈലബിൾ ആണ്. പക്ഷേ ആളുകൾ അവർക്കൊരു ധാരണയുണ്ട് ഇത് അവൈലബിൾ അല്ല എന്നൊരു ധാരണയുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. ഇതിൽ പേരറിയാത്തവർ മാത്രമാണ് കുറച്ചേറെ നാളെ അത് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റായിരുന്നത്. ഇപ്പോൾ അതൊരു OTT അതും അവൈലബിളാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ OTTയുടെ കാര്യം പറയുമ്പോഴും ഇപ്പോൾ അദൃശ്യജാലങ്ങൾ നെറ്റ്ഫ്ലിക്സിൽ എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെൻ്റെ സിനിമ ആയതുകൊണ്ടല്ല, അതിനകത്ത് ടൊവിനോ തോമസ് എന്ന് പറയുന്ന ഒരു ആക്ടർ ഉള്ളതുകൊണ്ടാണ്. അതിനുപരിയായിട്ട് അത് പുഷ്പ പോലെയുള്ള സിനിമ ചെയ്ത ഒരു പ്രൊഡ്യൂസർ ആണ് അത് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അവർ പുഷ്പ ഞങ്ങൾക്ക് തൊട്ടടുത്തുണ്ട് എന്ന് പറഞ്ഞ അദൃശ്യജാലങ്ങൾ അവർ നല്ല വിലയ്ക്ക് വിറ്റു. ഒരുപക്ഷെ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ തുക കിട്ടിയ ആർട്ട് ഹൗസ് സിനിമയായിരിക്കാം അദൃശ്യജാലങ്ങൾ. അത് എൻ്റെ ക്രെഡിബിലിറ്റി അല്ല, ടൊവിനോ തോമസ് അഭിനയിച്ചതുകൊണ്ടും അല്ല. ശരിക്കും ടൊവിനോ തോമസ് ഇപ്പോൾ വേറൊരു സിനിമയിലാണ്, ആർട്ട് ഹൗസ് സിനിമയിലാണ് അഭിനയിക്കുന്നതെങ്കിലും എടുക്കില്ല. ഈ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ OTT നമ്മൾ പറയുമ്പോഴും ഈ OTT ഏതേറെ സിനിമകൾ എടുക്കുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ ഫെമിനിറ്റി ഫാത്തിമ OTTയിൽ വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് OTTയിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദുൽഖർ സൽമാൻ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് വരില്ല. അപ്പോൾ ഇത്തരം സിനിമകളൊന്നും OTTയിലും ആക്ച്വലി അവർക്ക് താല്പര്യമില്ല. അവർ പറയുന്നത് വളരെ പ്ലെയിനാണ്, ഒറ്റ ആൻസറേ ഉള്ളൂ അവർക്ക്, അയ്യോ ഇത് നല്ല സിനിമയാണ് നമുക്ക് വേണ്ട. ഇതാണ് ആൻസർ. തിയേറ്ററിൽ ചെല്ലുമ്പോഴും പറയുന്നത് ഇതാണ്, അയ്യോ നല്ല സിനിമയാണ് ആൻസർ, ഇത് വേണ്ട. പിന്നുള്ളതെന്ന് പറയുന്നത് സർക്കാരിൻ്റെ OTT ആണ്. ആ OTTയുടെ അവസ്ഥ അറിയാമല്ലോ, അതിലേക്ക് കൊടുക്കുന്നതും കൊടുക്കാതിരിക്കുന്നതുമാണ്, കൊടുക്കുന്നതിനേക്കാൾ ഭേദം കൊടുക്കാതിരിക്കുന്നതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മനുഷ്യനും കാണുന്നില്ല. ആ സർക്കാരിൻ്റെ OTT ആയിരുന്നു ഇത്തരം സിനിമകൾ കുറച്ചുകൂടെ പ്രൊമോട്ട് ചെയ്യേണ്ടിയിരുന്നത്. ആ OTT എന്ന് പറയുന്ന സാധനം വർക്ക് ചെയ്യുന്നില്ല. അതിനകത്ത് കൊടുക്കുന്ന നിർമ്മാതാക്കൾക്ക് ഒരു 5 പൈസയുടെ പ്രയോജനം പോലും ഇല്ല. അപ്പോഴും നമ്മൾ ആശ്രയിക്കുന്നത് ഈ പറഞ്ഞ ആമസോൺ പ്രൈമും പിന്നെ നെറ്റ്ഫ്ലിക്സും ഒക്കെയാണ്. പക്ഷേ നെറ്റ്ഫ്ലിക്സ് എടുത്തിരിക്കുന്ന, മലയാളത്തിൽ നിന്ന് എടുത്തിരിക്കുന്ന കഴിഞ്ഞ 10-15 സിനിമകൾ എടുത്തു നോക്കൂ, എല്ലാം മുഖ്യധാര സിനിമകളാണ്. ഒരൊറ്റ ആർട്ട് ഹൗസ് സിനിമകൾ അവരെടുത്തിട്ടില്ല. അവർ തുടക്കകാലത്ത് ആർട്ട് ഹൗസ് സിനിമകൾ എടുത്തിരുന്ന മുമ്പ് നമ്മൾ കണ്ടൻറ്റിൻ്റെ കാര്യം പറഞ്ഞതാണ്, തുടക്കകാലത്ത് എടുത്തിരുന്നതിൽ നിന്ന് മാറി അവരിപ്പം നിങ്ങൾ സ്റ്റാറുണ്ടോ, ഇപ്പോൾ OTTക്ക് വേറൊരു ഇതുകൂടിയുണ്ട്. നിങ്ങൾ തിയേറ്ററിൽ 10 ദിവസം തികച്ച് ഓടിയെങ്കിൽ മാത്രമേ ആ സിനിമ എടുക്കുകയുള്ളൂ എന്നൊരു റൂൾ കൂടിയുണ്ട്. തിയേറ്റർ റിലീസ് ചെയ്തിരിക്കണം. റിലീസ് ചെയ്തിട്ട് 10 ദിവസം ആ തിയേറ്ററിലെ മാർക്കറ്റ് അനുസരിച്ചാണ്. ഇപ്പോൾ ഒക്കെ എങ്ങനെയാണ് വരുന്നത്, തിയേറ്ററിൽ പരാജയപ്പെട്ടാൽ ആ സിനിമ മേടിക്കില്ല. അപ്പം മുഖ്യധാര സിനിമകൾ പോലും തിയേറ്ററിൽ വിജയിച്ചാൽ മാത്രമേ OTT മേടിക്കുകയുള്ളൂ, പ്രധാന OTTകൾ മേടിക്കുകയുള്ളൂ എന്നാണ്. അപ്പോൾ ഈ OTT പോലും ഇത്തരത്തിലുള്ള സീരിയസ് ആയിട്ടുള്ള സിനിമകൾക്ക് അപ്രാപ്യമാവുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും എനിക്ക് തോന്നുന്നു എൻ്റെ സിനിമകൾ കുറച്ചൊക്കെ അവൈലബിൾ ആവുന്നുണ്ട്. ഈ പറഞ്ഞ ഒരു 2-3 സിനിമകൾ, ഇപ്പോൾ ഓറഞ്ച് മരങ്ങളുടെ വീട്, അങ്ങനെയൊക്കെയുള്ള ഒരു 1-2 സിനിമകൾ, പോർട്രൈറ്റ്സ്, അങ്ങനെയുള്ള 1-2 സിനിമകൾ മാത്രമേ ഉള്ളൂ ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ ഇപ്പോഴും അവൈലബിൾ ആവാത്തത്.
അപ്പോൾ ഇതാണ് ഇതിനകത്തൊരു ഒരു പ്രധാന പ്രശ്നം. നമ്മൾ ഈ സിനിമകൾ എന്തുകൊണ്ട് OTT-യിലേക്ക് വരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ ഈ മാർക്കറ്റിൻ്റെ ഒരു വലിയ ഒരു പ്രശ്നമുണ്ട് അവരൊക്കെ. അതേസമയം നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഈ സാഹിത്യ സിനിമകൾ നെറ്റ്ഫ്ലിക്സിൽ വരുന്നു പറയുമ്പോൾ ശ്രദ്ധിക്കണം, മലയാളത്തിൽ നിന്നുള്ള കഥകളോ ചെറുകഥകളോ അല്ല വരുന്നത്. അതൊക്കെയും ഈ പറഞ്ഞ പോലെ ലോകത്തുള്ള നെറ്റ്ഫ്ലിക്സും ഇന്ത്യയിലെ നെറ്റ്ഫ്ലിക്സും രണ്ട് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിലെ നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ കൊമേഴ്ഷ്യൽ സിനിമയുടെ മാർക്കറ്റിനനുസരിച്ച് മാത്രമാണ് പോകുന്നത്. ലോകത്തെ നെറ്റ്ഫ്ലിക്സ് അങ്ങനെയല്ല, അവർ കുറച്ചുകൂടി കണ്ടൻറ് ഓറിയൻറ്റഡ് ആയിട്ടാണ് പോകുന്നത്. അതെനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരു ഇന്ത്യയിലേക്കും മലയാളത്തിലേക്കും വരുമ്പോൾ ഇവിടുത്തെ ഒരു സാമൂഹ്യ രീതിയുടെ ഘടന അനുസരിച്ച് ഇതൊക്കെ, അല്ലെങ്കിൽ ഇവിടെ അത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ അതനുസരിച്ച് മാറുന്നുണ്ടെന്ന് തോന്നുന്നു. മുമ്പ് ഈ നായർ മാട്രിമോണിയുടെ കഥ പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാലോചിക്കുകയായിരുന്നു, ഒരുപക്ഷെ നമ്മൾ മാത്രമായിരിക്കും വളരെ പുരോഗമനപ്രദമായ ഒരു സമൂഹമാണെന്ന് പറയുകയും പത്രത്തിൽ പരസ്യം വരുമ്പോൾ ഈ നായർ മാട്രിമോണി, ഈഴവ മാട്രിമോണി മാത്രമല്ല ഏത് ജാതിയിൽപ്പെട്ട ആളുകൾക്കും മുൻഗണന, SC ST ഒഴികെ എന്ന് പരസ്യമായി എഴുതുന്നതിൽ, അത് എഴുതി കൊടുക്കുന്നതിൽ ഒരു തകരാറുമില്ല, പ്രൂഫ് വായിക്കുന്ന ആൾക്കും ഒരു തകരാറില്ല, പത്രത്തിൽ അച്ചടിക്കുന്ന എഡിറ്റർക്കും തകരാറില്ല, അത് വായിക്കുന്ന നമുക്കും തകരാറില്ല. ഇത് സ്വാഭാവികമാണ്. ഇതൊക്കെ സ്വാഭാവികമാണ് എന്ന് തോന്നുന്നത് കമ്മ്യൂണിറ്റി ആവുകയും ഒപ്പം ഏറ്റവും പ്രോഗ്രസീവായ ഇടമാണ് കേരളം എന്ന് കൊട്ടിഘോഷിക്കുകയും ചെയ്യുന്ന ഒരേ ഒരു സ്ഥലം ഇതായിരിക്കും. ഒന്നുകിൽ ഇത് പറയാതിരിക്കണം, നമ്മളാണ് ഏറ്റവും വലിയ പ്രോഗ്രസീവായ മനുഷ്യന്മാരെന്ന് പറയാതിരിക്കണം. ഒന്നുകിൽ അത് പറയുകയും നമ്മളിപ്പുറത്ത് പോയിട്ട് മധുവിനെ തല്ലിക്കൊല്ലുകയും ഇപ്പുറത്ത് പോയിട്ട് അന്യസംസ്ഥാന തൊഴിലാളികളെ മോഷ്ടാവെന്ന് പറഞ്ഞ് പിടിച്ച് അടിക്കാൻ ഒരു മടിയുണ്ടാവുകയും ചെയ്യാതിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ മിനിമം പ്രോഗ്രസീവാണ് എന്ന് നമ്മൾ പറയാതിരിക്കാനുള്ള സത്യസന്ധത എങ്ങനെ കാണിക്കണം. സിനിമയുടെ ഇടത്തിലും വന്നു കഴിഞ്ഞാൽ, സിനിമയുടെ ഇടത്തിലും ഈ കഴിഞ്ഞ കുറേ 10-15 വർഷത്തെ ദേശീയ പുരസ്കാരങ്ങൾ കിട്ടിയ സിനിമ, ഞാൻ പറയുന്നത് ഒരു മാറിയ ദേശീയ പുരസ്കാരമല്ല, മാറിയ ദേശീയ പുരസ്കാരങ്ങളിൽ ഇപ്പോൾ കമേഴ്ഷ്യൽ സിനിമകൾക്കാണ് കൂടുതലും. അതിനു മുമ്പ് ഒരു ആർട്ട് ഹൗസ് സിനിമകൾക്കെന്നുള്ള രീതിയിൽ പുരസ്കാരം കിട്ടിയിരുന്ന സമയത്ത് ആ സിനിമകളിൽ മലയാളത്തിൽ നിന്നും അവാർഡ് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ അന്തർദേശീയമായി പ്രദർശിപ്പിച്ചിട്ടുള്ള സിനിമകൾ എത്ര എണ്ണം ഇവിടെ നമുക്ക് ഓപ്പണായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു കണക്കെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വളരെ കുറവാണ്. ഇപ്പം ഞാൻ മുമ്പ് വിക്ടോറിയയുടെ കാര്യം പറഞ്ഞു. വിക്ടോറിയ OTT-യിൽ വന്നോ എന്നെനിക്കറിയില്ല, വന്നാലും സർക്കാർ OTT-യിലാണ് വരുന്നത്. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾക്കറിയാവുന്നതാണ്. ക്യാനിൽ പാം ഡിയോർ കിട്ടിയ സിനിമയാണ്. ഒരു മലയാളി അല്ല ചെയ്തതെങ്കിലും അതിനകത്ത് മലയാളി നടിമാരുണ്ട്. മലയാളമാണ് അതിൻ്റെ 80% ഭാഷയും മലയാളമാണ്. മലയാളി സാങ്കേതിക പ്രവർത്തകരുണ്ട്. ആ സിനിമ ഇവിടെ റിലീസ് ചെയ്തപ്പോൾ ഒറ്റ ദിവസമാണ് ഓടിയത്. നിങ്ങൾക്ക് വിചാരിക്കാൻ പറ്റുമോ, ഫ്രാൻസിൽ ക്യാൻ ചലച്ചിത്രമേളയിൽ പുരസ്കാരം കിട്ടുന്ന ഏതെങ്കിലും ഒരു ലോക സിനിമ അവരുടെ രാജ്യത്ത് റിലീസ് ചെയ്താൽ ഒറ്റ ദിവസമാണ് ഓടുന്നതെന്ന് വിചാരിക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ അവരത് അതിനെക്കാട്ടിലും കൂടുതൽ ആവശ്യം. ഇപ്പം നമ്മളുടെ അങ്ങനെ ഒരു പുരസ്കാരം കിട്ടുന്ന തമിഴ് സിനിമയായിരുന്നെങ്കിൽ, മറാത്തി സിനിമയായിരുന്നെങ്കിൽ അവരുടെ നാട്ടിൽ അതിനേക്കാൾ കൂടുതൽ ഓടുമായിരുന്നു. പക്ഷെ മലയാളിക്ക് ഇതൊന്നും പ്രശ്നമല്ല. പക്ഷേ അപ്പോഴും നമുക്കൊരു വിളിപ്പേരുണ്ട്, നമ്മൾ പ്രോഗ്രസീവായിട്ട് നമ്പർ 1 കേരളത്തിലാണ് എന്നൊരു പറച്ചിലുണ്ട്. ഈ ഒരു പ്രോഗ്രസീവ്നെസ് ആർട്ടിൻ്റെ കാര്യത്തിലും പ്രശ്നമുണ്ട്. അത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഈ ആർട്ടിനെ നമുക്ക് കുറച്ചുകൂടി, സിനിമ ഉൾപ്പെടെയുള്ള സമാന്തര പ്രവർത്തനങ്ങളെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യാനും, അതല്ലെങ്കിൽ അതൊക്കെ ഒരു ബുദ്ധിജീവി നാട്യം എന്നുള്ള രീതിയിലേക്ക് മാറിപ്പോകുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നന്ദി. എന്തായാലും ഞാൻ ആക്ടിവിസത്തെ കൂടി പറ്റി ചോദിച്ചിരുന്നത് അവസാനം പറഞ്ഞു വന്നപ്പോൾ അത് വരികയും ചെയ്തു അല്ലേ? അത് മറന്നുപോയി. അല്ല, പക്ഷേ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു എന്താണ് നമ്മുടെ നാടിനോടുള്ള അത് ഞാൻ ബേസിക്കലി ഫിലിം ആക്ടിവിസ്റ്റ് എന്നുള്ളതിനെക്കാട്ടിലും എൻ്റെ ഫിലിം ആക്ടിവിസം എന്ന് പറയുന്നത് എൻ്റെ സിനിമയാണ്, എൻ്റെ സിനിമയുടെ പ്രമേയം തന്നെയാണ്. ഇപ്പോൾ എൻ്റെ എല്ലാ സിനിമകളും ഞാൻ എന്തിനാണ് സിനിമ ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം ഞാനത് ആദ്യം പറഞ്ഞ തന്നെയാണ്. അദൃശ്യവൽക്കരിക്കപ്പെട്ട ഞാൻ ഉൾപ്പെടെ ഉള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, ഞാൻ ഉൾപ്പെടെ ജീവിക്കുന്ന സമൂഹത്തിലുള്ള മനുഷ്യന്മാരുണ്ട്. അങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യന്മാരെ അവരുടെ കൂടി സിനിമയാണ്. മുമ്പേ ജമർ സാർ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു മധ്യവർഗമാണ് സിനിമ കാണുന്നത്, അവരുടെ ടേസ്റ്റിനനുസരിച്ചാണ് ആ സിനിമകൾ ഉണ്ടാകുന്നത്. അതിനകത്തെ നായകന്മാരും നായികമാരും ഒക്കെ ഏകദേശം മധ്യവർഗ ആളുകളാണ്, അല്ലെങ്കിൽ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണ്. അതിനപ്പുറത്ത് കുറേ മനുഷ്യന്മാരുണ്ട് ഇവിടെ, തൊഴിലാളികളായ മനുഷ്യന്മാരുണ്ട്, അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട്, പിന്നെ ന്യൂനപക്ഷങ്ങളുണ്ട്. അവർക്ക് കൂടിയുള്ള ഒരിടമാണ്. അപ്പോൾ അവരുടെ കൂടി കഥകൾ സിനിമയിൽ വരേണ്ടതുണ്ട്. അപ്പോൾ അത് വളരെ ചുരുക്കമാണ് വരുന്നതെന്നുള്ളതുകൊണ്ട് അത്തരം സിനിമകൾ കൂടുതലായി വന്നു തുടങ്ങുന്ന ഒരു കാലത്ത് ഞാൻ ഈ ആക്ടിവിസം മാറ്റി കുറച്ചുകൂടി സൗന്ദര്യാത്മകമായിട്ട് ഞാൻ സിനിമയെ സമീപിക്കാമെന്നാണ് വിചാരിക്കുന്നത്. നന്ദി. നമുക്ക് ഒരു ചോദ്യം കൂടെ ജയകുമാറിനോട് ചോദിച്ചിട്ട് നമുക്ക് Q&Aയിലേക്ക് പോകാൻ തോന്നുന്നു. പുതിയ കാല സിനിമകളുടെ അതെങ്ങനെയാണ് ഈ വരേണ്യതയെ ചോദ്യം ചെയ്യുന്നതെന്നായിരുന്നു കഴിഞ്ഞ തവണ ചോദിച്ചത്. അതിൻ്റെ ഉത്തരത്തിലേക്ക് വരുന്ന സമയത്തേക്ക് നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ടി വരുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ പഴയ പല കാര്യങ്ങളും തിരിച്ചു വരുന്നു. ഇപ്പോൾ സർവമായ വളരെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ്.
സത്യനന്ദിക്കാടിൻ്റെ കുടുംബത്തിൽ നിന്നാണ് ആ പടം വരുന്നത്. സത്യനന്ദിക്കാട് തന്നെയാണ് ഏറ്റവും മുമ്പ് ജനപ്രിയ കുടുംബ ചിത്രങ്ങൾ എന്ന പേരിൽ സിനിമകൾ ചെയ്ത് ഈ ഫെമിനിസത്തിനെയൊക്കെ ഇത്രയേറെ താറടിച്ച് കാണിച്ച ആൾ സത്യനന്ദിക്കാടാണ്. അതിൻ്റെ തുടർച്ച ഒരുപക്ഷെ സർവ്വമായിലേക്ക് വീണ്ടും ഈ ജാതീയമായ മേൽക്കോയ്മകളെ ഹെജുമണികളെയൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നത് എത്ര മനോഹരമായിട്ടാണ്. ലോക പോലൊരു സിനിമ വരുമ്പോൾ നേരെ തിരിച്ച് സ്ത്രീയാണ് കേന്ദ്ര കഥാപാത്രമെന്ന് വരുമ്പോഴും ആ സ്ത്രീ ലോ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആളായി മാറുന്നു. സിനിമ തുടങ്ങുമ്പോൾ തന്നെ മൂത്തോൻ്റെ നിർദ്ദേശം ചന്ദ്രയോട് ലോ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ്. അവൾക്ക് ഈ മൂത്തോൻ്റെ സഹായം ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല, വെയിലത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അഥവാ അവളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ ഈ പറഞ്ഞ വൈറസ് ബാധിക്കും. ഈ സബാൾട്ടൻ മിത്തിനെ എടുത്തിട്ടാണ് ഈ വർക്ക് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കണം. ദുരഭിമാനക്കൊലയൊക്കെ നടക്കുന്ന ഒരു നാട്ടിലാണെന്ന് ആലോചിക്കണം ഈ സിനിമ വരുന്നത്. അത് പിന്നെ ക്രിസ്ത്യാനിറ്റിയെ കൂട്ടുപിടിച്ച് ഇസ്ലാം അപരവൽക്കരണം നടത്തുന്ന ആ ഒരു നരേഷൻ ആരെയാണ് ഇപ്പോൾ സഹായിക്കുക എന്ന് ആലോചിച്ച് നോക്കണം. ഒരു ജനപ്രിയ സിനിമ ചെയ്യുന്ന പണികളാണ്. അപ്പോൾ ഇത് വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ എങ്ങനെയാണ് ജയകുമാർ കാണുന്നത് എന്നുള്ളതാണ് നേരത്തെ ചോദിച്ചതിൻ്റെ തുടർച്ചയാണ്. അതും കൂടെ പറഞ്ഞ് നമുക്ക് Q&Aയിലേക്ക് പോകാൻ തോന്നുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ് നിർത്തിയിൽ തന്നെ തുടങ്ങാമെന്ന് തോന്നുന്നു. ഇപ്പോൾ ലോഗോ പോലുള്ളൊരു സിനിമകൾക്ക് രണ്ട് തരത്തിലുള്ള കൺഫ്യൂഷൻ ആ ലോക സിനിമയിൽ നിലനിൽക്കുന്നുണ്ട്. ഒന്ന്, ലോഗോ പോലുള്ളൊരു സിനിമയിൽ ഒരു യക്ഷി എന്ന് പറയുന്ന സോക്കോൾഡ് നീലി കഥാപാത്രത്തെ നമ്മൾ വീണ്ടും അവതരിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് എവിടെ അവതരിപ്പിക്കും എന്നൊരു പ്രശ്നമാണ്. പഴയ മാതൃകയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചാൽ വീണ്ടും നമ്മൾ വെള്ള സാരി ഉടുപ്പിച്ച് പനയുടെ ചുവട്ടിലോ പാലയുടെ ചുവട്ടിലോ നാട്ടും പുറത്ത് നിർത്തേണ്ടി വരും. അങ്ങനൊരു സാഹചര്യത്തിൽ ആ സിനിമയ്ക്ക് വിജയിക്കുക അല്ലെങ്കിൽ റാഡിക്കലാവാനുള്ള സാധ്യതയില്ല. അപ്പോൾ നമ്മൾ കുറച്ച് സിദ്ധാന്തവും പഠിച്ചിട്ടുള്ളത് കൊണ്ട് റാഡിക്കലാവണമെങ്കിൽ സ്ത്രീ പരമ്പരാഗതമായ ഇടങ്ങളിൽ നിന്ന് മാറണം. സ്ത്രീക്കും കീഴാളരും പരമ്പരാഗതമായ മാർഗത്തിലൂടെ വിമോചനത്തിലേക്ക് പോവുക സാധ്യമല്ല എന്നൊരു സബാൾട്ടൻ നിരീക്ഷണമാണ്. അതാണ് ഒരു പക്ഷേ അംബേദ്കറൊക്കെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ പറയാൻ പ്രധാനമായും കാര്യം. നിങ്ങളിപ്പോൾ ദളിതർ സംസ്കൃതം പഠിച്ചതുകൊണ്ട് ദളിതർ സംസ്കൃതം പഠിക്കുകയും പണ്ഡിതരായി ആവുകയും ചെയ്താലും അവരെ സംസ്കൃതം അറിയാവുന്ന ദളിതൻ എന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു ശർമ്മയുടെയോ ഏതെങ്കിലും ഒരു നമ്പൂതിരിയുടെയോ കമ്പാരിറ്റീവ്ലി താരതമ്യം ചെയ്യുമ്പോൾ ആ ഒരു സ്ഥാനത്തെ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തെ പിടിച്ചെടുക്കുകയോ മാറ്റിമറിക്കുകയോ ചെയ്യുന്ന ഒരാളായി മാറുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അംബേദ്കർ പറഞ്ഞത് പരമ്പരാഗതമായ രീതിയിൽ നിന്നുകൊണ്ട് പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായി നിന്നുകൊണ്ട് വിമോചനം സാധ്യമല്ല. അതുകൊണ്ടാണ് അംബേദ്കർ എല്ലാവരോടും പറഞ്ഞു ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളത്. ഇംഗ്ലീഷ് പഠിക്കുക എന്ന് പറയുന്നത് വേറൊരു സ്ഥലത്തേക്ക്. അതുപോലെ തന്നെയാണ് പിന്നീട് നമ്മൾ മെട്രോപൊളിറ്റൻ കൾച്ചറിലേക്ക് പോകുമ്പോൾ, മൾട്ടിറ്റ്യൂഡായിട്ടുള്ള കൾച്ചറിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഐഡൻറ്റിറ്റിയെ തൽക്കാലമെങ്കിലും മറച്ചു വെച്ചുകൊണ്ട് നമുക്ക് പുതിയൊരു ജീവിതം സാധ്യമാണ് എന്നൊരു സംഗതിയിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ബാംഗ്ലൂർ പോലുള്ള നഗരങ്ങളൊക്കെ വേറെ യുവാക്കളായിട്ടുള്ള ആളുകൾക്ക് ഒരു ചെന്നെത്താൻ ഇഷ്ടമുള്ള സ്ഥലങ്ങളായി മാറുന്നു. ഒരു പക്ഷേ നമ്മുടെ നാട്ടിലെ വളരെ സാധാരണക്കാരായ ചെറുപ്പക്കാരും നാട് വിട്ടു പോകണമെന്ന് ആഗ്രഹിക്കുന്നതിന് പിന്നിൽ ഈ സദാചാര പ്രശ്നവും കൂടി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ നീലിയെ ഇനി പഴയ തരത്തിലുള്ള നീലിയായിട്ട് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ അതിനൊരു സ്വീകാര്യത ലഭിക്കുകയില്ല. അപ്പോൾ നീലി എവിടെ പ്ലേസ് ചെയ്യും? നീലി ഒരു മെട്രോപൊളിറ്റൻ സ്ഥലത്ത് പ്ലേസ് ചെയ്യേണ്ടി വരും. മെട്രോപൊളിറ്റൻ സ്ഥലത്ത് പ്ലേസ് ചെയ്യുമ്പോൾ നീലിയെ റീഡിങ് ആദ്യം തന്നെ എനിക്ക് തോന്നുന്നു നീലി പ്ലേസ് ചെയ്യുമ്പോൾ തന്നെ ലോകം വരുമ്പോൾ തന്നെ ആ റീഡിങ് വന്നു കഴിഞ്ഞു അല്ലേ? അതൊരു മെട്രോപൊളിറ്റൻ സ്ഥലത്തേക്ക് പ്ലേസ് ചെയ്യുന്നതോടുകൂടി വിമോചനത്തിൻ്റെ പുതിയൊരു സാധ്യതയാണ് നീലി തുറക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ വിമോചനത്തിൻ്റെ സാധ്യതയല്ല തുറക്കുന്നത്. വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള നിയന്ത്രിതമായിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് പെർഫോം ചെയ്യാം. എത്ര മണി വരെ? രാവിലെ 10 മുതൽ 6 വരെ, അല്ലെങ്കിൽ വൈകുന്നേരം 6 മുതൽ രാവിലെ 6 വരെ എന്ന് പറഞ്ഞാൽ നിയന്ത്രണങ്ങൾക്കും ഇതിനും മാറ്റം വരുന്നില്ല. പക്ഷേ നമ്മൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതായിട്ട് തോന്നിപ്പിക്കുക എന്നൊരു സാധ്യത ആണ് ഉപയോഗിക്കുന്നത്. അത് പുതിയൊരു തരം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പുതിയൊരു തരം അതായത് നമ്മുടെ ഇന്ന് ഏറ്റവും അധികം ലിബറേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം കുടുംബങ്ങളാണ്. എന്നുവെച്ചാൽ പൊളിഞ്ഞു പോകുന്ന ഒരു സ്ഥലം കുടുംബങ്ങളാണ്. അതിനൊരു പ്രധാന കാരണം കുടുംബം എന്ന് പറയുന്ന സ്ഥാപനം തന്നെ ഒരു അസംബന്ധമാണ് എന്ന് യുവാക്കൾ, പുതിയ തലമുറ തിരിച്ചറിയുന്നുണ്ട്. വിവാഹം വേണ്ട എന്ന് തീരുമാനിക്കുകയും കുടുംബം വേണ്ട എന്ന് തീരുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. വിവാഹമോചനം പോലുള്ള വളരെ പ്രോഗ്രസീവായിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിൽ വലിയ കാര്യമായി നടക്കുകയാണ്. ഞാൻ പ്രോഗ്രസീവ് എന്ന് പറയുന്നത് ബോധപൂർവ്വം പറയുന്നതാണ്. നടക്കുകയും ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ശത്രുക്കളായി ഒരേ വീട്ടിൽ താമസിക്കുക എന്ന ബാധ്യതയിൽ നിന്ന് മനുഷ്യർ പുറത്തേക്ക് പോവുകയും അവരുടേതായ ലോകം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സാധ്യതകളും ഉരുത്തിരിഞ്ഞു വരുന്നത്. ഇവിടേക്കാണ് പുതിയൊരു തരം അവബോധങ്ങൾ ഉണ്ടായി വരുന്നത്. അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ സുഹൃത്തായ അച്ഛൻ, വളരെ ഈ സർവ്വമായയിലൊക്കെ ആണെങ്കിൽ പ്രണയം ആദ്യം തുറന്നു പറയുന്നത് തീൻമേശയിൽ ഇരുന്നിട്ടാണ്. അതേസമയം ഫാസിസത്തെക്കുറിച്ചൊരു ചർച്ച, എപ്സ്റ്റീൻ ഫയലിനെ കുറിച്ചൊരു ചർച്ച നിങ്ങളുടെ തീൻമേശയിൽ നടന്നിട്ടുണ്ടാവാൻ സാധ്യതയില്ല.
അത് നടക്കാതിരിക്കുന്ന എന്താണ്, ആ നടക്കാനുള്ള ചർച്ചയെ നീട്ടിവെക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ഇപ്പം ഡോക്ടർ ബിജു ചോദിച്ചു അദൃശ്യമാക്കപ്പെട്ട മനുഷ്യർക്ക് ലഭിക്കേണ്ട നീതിയെക്കുറിച്ച് ഒരു ചർച്ച, സംവരണത്തെക്കുറിച്ചൊരു ചർച്ച നമ്മുടെ തീന്മേശയിൽ നടന്നിട്ടില്ല. മറിച്ച് നമ്മുടെ തീന്മേശയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ചർച്ച പെൺകുട്ടിയുടെ അവളുടെ പ്രണയം തുറന്നു പറയും, അവളുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആകുന്നതിനെക്കുറിച്ചൊക്കെയുള്ള ചർച്ച നടക്കുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഉണ്ടാവുക, വളരെ ബോധപൂർവമായി യഥാർത്ഥ സാമൂഹ്യ പ്രശ്നങ്ങളെ ഹൈഡ് ചെയ്തുകൊണ്ട് വളരാൻ സിനിമയ്ക്ക് അനായാസമായി കഴിയുന്നു എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. അന്ന് മാത്രമല്ല, ഇത്തരം ചില സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മളെയും കൂടി വഴിതെറ്റിക്കും. അപ്പോൾ ഇത് വളരെ എല്ലാ കാര്യങ്ങളെയും സിനിമ തുറന്ന് അഭിസംബോധന ചെയ്യുന്നു എന്ന പ്രതീതിയുണ്ട്. ഇതെല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ഇത്തരം പ്രതീതി നിർമ്മിക്കാൻ സിനിമ എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. അത് തുടരുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കുക എന്ന വളരെ ശ്രമകരമായിട്ടുള്ള അക്കാഡമിക് ആയിട്ടുള്ള ജോലിയാണ് സിനിമ കാണുന്നവരെ സംബന്ധിച്ചുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. നമുക്ക് ഈ സെഷനുകൾ തുടർന്ന് പോകുന്നതുകൊണ്ടേ അടുത്ത സെഷനും സമയത്തിന് തന്നെ തുടങ്ങേണ്ടതുണ്ട്. നമുക്ക് ഒരു 3-4 മിനിറ്റ് എടുത്ത് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ അതുകൂടി കവർ ചെയ്തിട്ട് പോകാൻ തോന്നുന്നു. അതുകൊണ്ട് ഞാനൊരു വൈൻഡപ്പിന് ശ്രമിക്കുന്നേ ഇല്ല, നേരിട്ട് Q&Aയിലേക്ക് പോവാം. മൈക്ക് തരാം. ജയകുമാർ സാറിനോടാണ് ആദ്യത്തെ ചോദ്യം. ജാതി വ്യവസ്ഥയും മലയാള സിനിമയും എന്ന് പറയുന്ന ബുക്കിൻ്റെ അകത്ത് ആ ഒരു ബുക്കിന് എനിക്ക് തോന്നുന്നു വിഷയദാരിദ്ര്യം ഉണ്ടാവില്ലായിരുന്നു. കാരണം അത്രയും മലയാള സിനിമ പരിശോധിക്കുകയാണെങ്കിൽ ജാതിയെ എങ്ങനെയൊക്കെ സംവരണത്തിൻ്റെ അല്ലെങ്കിൽ ഇകഴ്ത്തി കാണിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പ്രകടമാണ്. CS വെങ്കടേശ്വരനെ പോലുള്ള ആൾക്കാർ ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും സാറ് തിയേറ്ററുകളുടെ ഒരു കാര്യം കൂടി എടുത്തിട്ടു. അതായത് 90-കൾക്ക് ശേഷം വന്ന തിയേറ്ററുകളുടെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ ആരെയാണ് തിയേറ്ററിൽ നിന്ന് അകറ്റി നിർത്തിയത്? A ക്ലാസ് C ക്ലാസ് എന്നൊക്കെയുള്ള വന്ന സമയത്ത് സിനിമ വ്യവസായത്തിൽ നിന്ന് ആരെയാണ് മാറ്റി നിർത്തിയത്? ആരെയാണ് അഭിസംബോധന ചെയ്യാതിരിക്കുന്നത് എന്നുള്ള കാര്യം സാർ വ്യക്തമാക്കി. അങ്ങനെ ഒരു ചിന്തയിലോട്ട് പോകാനുണ്ടായ കാരണം എന്തായിരുന്നു എന്ന് എനിക്കറിയണം. കാരണം സിനിമയെക്കുറിച്ച് പറയുമ്പോൾ പ്രേക്ഷകനെക്കുറിച്ച് പറയാതിരിക്കുക എന്നുള്ളൊരു രീതിയാണ് ഇപ്പോഴും തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ കുറച്ച് മുന്നേ എഴുതിയൊരു പഠനത്തിൽ ഈ ഒരു വസ്തുത ഉൾക്കൊള്ളിക്കാൻ സാർ എന്തുകൊണ്ട് ശ്രമിച്ചു എന്നുള്ളത്. ഇനി ഡോക്ടർ ബിജുവിനോടാണെങ്കിൽ, ഞാൻ സാറിൻ്റെ സിനിമകളെ പറ്റിയിട്ടാണ് ഗവേഷണം ചെയ്യുന്നത്. സാറിൻ്റെ ഒരു സിനിമകളുടെ സ്വഭാവം എടുത്ത് നോക്കുമ്പോൾ അതിലെല്ലാം ഭൂമി ഒരു പ്രധാന പ്രശ്നമായിട്ട് പറയുന്നുണ്ട്. അതായത് നിൽക്കാൻ ഒരിടമില്ലാത്തവന്, സ്വന്തമായി അഡ്രസ്സ് ഇല്ലാത്തവനെ കുറിച്ചിട്ടുള്ള സാറ് അതിനെ പറയുന്നത് അദൃശ്യമായിട്ട് നിൽക്കുന്ന മനുഷ്യർ എന്നുള്ളതാവാം. പക്ഷേ നിൽക്കാൻ ഇടമില്ലാത്ത, സ്വന്തമായിട്ടൊരു അഡ്രസ്സ് ഇല്ലാത്ത മനുഷ്യർക്ക് ഇവിടെ നിൽക്കുക, ജീവിച്ചിരിക്കുക വലിയൊരു സമരമാണ് അവർ ചെയ്യുന്നത്, വലിയൊരു പ്രതിരോധമാണ് അവർ ചെയ്യുന്നത് എന്ന് സാറിൻ്റെ എല്ലാ സിനിമകളും പറയുന്നുണ്ട്. ബോധപൂർവമായിട്ടുള്ള ചില പറഞ്ഞു വെക്കലുകളും ആ സിനിമകളിൽ തുടർച്ചയായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് വന്നൊരു വിഷയമായിരുന്നു. പ്രധാനമന്ത്രി വന്ന സമയത്ത് തിരുവോരങ്ങളിൽ നിന്നുള്ള മനുഷ്യരെ മാറ്റിയത്. എനിക്ക് തോന്നുന്നു പേരറിയാത്തവർ, അദൃശ്യജാലങ്ങൾ, ഈ 2 സിനിമയിലും ഈ വിഷയം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വിഷയങ്ങൾ ആവർത്തനങ്ങളുമായിട്ട് വരുന്നുണ്ട് സാറിൻ്റെ സിനിമകൾ. ഇത് ബോധപൂർവം, ഇത് കുറച്ചും കൂടി സ്ട്രെസ് ചെയ്തിട്ട് പറയണം എന്നുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമത്തിൽ നിന്നാണോ ഈ ആവർത്തനങ്ങൾ വരുന്നത് എന്നുള്ളതാണ്. പിന്നെ 2 പേരോടും കോമൺ ആയിട്ട് ചോദിക്കാനുള്ളത്, സമാന്തര സിനിമ മലയാള സിനിമയിൽ വളരെയധികം ശോഷിക്കുന്നു, അല്ലെങ്കിൽ അധികം കാണികൾ ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു പൊതുവായിട്ടുള്ള ധാരണയുണ്ട്. മലയാള സിനിമയും ബംഗാൾ സിനിമയും ഒരുപോലെ സിനിമകളുടെ, ഈ സമാന്തര സിനിമകളുടെ സ്വഭാവത്തിൽ ആഘോഷിക്കപ്പെട്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മലയാള സിനിമ വളരെ ദൂരം മാറി നിൽക്കുന്നു. പക്ഷേ ബംഗാൾ സിനിമകൾ ഇപ്പോഴും
ഒരു പരിധിവരെ ആഘോഷിക്കപ്പെടുന്നു എന്നൊരു തോന്നലുണ്ടായിട്ടുണ്ട്. അതിനോട് എന്താണ് പറയാനുള്ളത്? ഞാൻ അവസാനത്തെ ചോദ്യത്തിൽ നിന്ന് പറഞ്ഞു തുടങ്ങാൻ തോന്നുന്നു. അവസാനത്തെ ചോദ്യത്തിൽ നിന്ന് പുറകോട്ട് പറയാം എന്ന് തോന്നുന്നു. ഹലോ സർ. സർ, സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ട് നമുക്ക് ചർച്ചകൾ സദസ്സിന് പുറത്തുനിന്ന് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നന്നായിരിക്കുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വിചാരിക്കുന്നത് പോലെ സമാന്തര സിനിമ ബംഗാളിൽ ആഘോഷിക്കപ്പെടുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. കൽക്കത്തയിലെ ഒരു തിയേറ്ററിലും നമുക്ക് ബംഗാളി സിനിമ കാണാൻ കഴിയില്ല. ബോളിവുഡ് സിനിമയാണ് അവിടെ കാണിക്കുന്നത്. അതുതന്നെയാണ് ഈ സമാന്തര സിനിമകൾ അവിടെയും ഇവിടെയും ഏതാണ്ട് സമാനമായ അവസ്ഥയുണ്ടെന്ന് തന്നെയാണ് ബംഗാളിൽ യാത്ര ചെയ്തിട്ടുള്ള ഒരു അനുഭവം വെച്ചിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു സമയത്തിൻ്റെ പരിമിതി മൂലം നമുക്ക് ചർച്ച പുറത്തേക്ക് മാറ്റാം എന്ന് തോന്നുന്നു. നമുക്ക് സംസാരിക്കാം. സാറിൻ്റെ മറുപടിയും നേരിട്ട്, സാറിൻ്റെ സിനിമകളെക്കുറിച്ചുള്ള മറുപടിയും നേരിട്ട് പറയും. വളരെ നന്ദി. ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ആയതുകൊണ്ട് അതിൻ്റെ ഒരു സമയപരിമിതി നമുക്കറിയാം. അടുത്ത സെഷൻ സമയത്തിന് തുടങ്ങേണ്ടതുണ്ട്. ഡോക്ടർ ബിജു, ഡോക്ടർ ജയകുമാർ ഈ സെഷൻ വളരെ മനോഹരമായി പര്യവസാനിക്കുന്നു. വളരെ ജനായത്ത രീതിയിൽ മറുപടികൾ പറഞ്ഞതിന്, ഈ സെഷനിൽ പങ്കെടുത്തതിന് ആർട്സ് കോളേജിൻ്റെ പേരിലും ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. സെഷനിൽ വേദി പങ്കിട്ട, സദസ്സ് പങ്കിട്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു.